Luke chapter 21. ലൂക്കോസ് 21. இங்கே நாம் லாஸ்ட் டேஸ் குறித்து ஜீசஸ் சொன்ன வார்த்தைகளை நாம் லுக் 21 வாசிக்கிறோம். അവസാന നാളുകളെക്കുറിച്ച് യേശു പറഞ്ഞ വാക്കുകൾ നാം ഇവിടെ ലൂക്കോസ് 21 അധ്യായത്തിൽ നാം വായിക്കുന്നു. വേഴ്സ് 23 വാസിக்கிறோம். 23 മുതൽ ഉള്ള വാക്യങ്ങൾ വായിക്കട്ടെ. 23 32 വரைக்கும் ജീസസിനുடைய prophecies about the last days. 23 വാക്യം മുതൽ 32 വാക്യം വരെ അവിടെ അവസാന നാളുകളെക്കുറിച്ച് യേശു പറയുന്ന പ്രവചനങ്ങളാണ്. അത് prophecies, അത് ഭാവിയെക്കുറിച്ച് യേശു പറയുന്ന പ്രവചനങ്ങളാണ്. ഫോർ എക്സാമ്പിൾ വേഴ്സ് 24 വാസിக்கிறோம். ഉദാഹരണത്തിന് 24 വാക്യം, യെരുശലേം പുറജാതിയാരാൽ മിതിക്കപ്പെടും அப்படின்னு വാസിக்கிறோம். അവിടെ നാം വായിക്കുന്നത് യെരുശലേം, അവർ ജാതികൾ യെരുശലേമിനെ ചവിട്ടിക്കളയും എന്ന് നാം വായിക്കുന്നു. വേഴ്സ് 25 25 വാക്യം, സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങളിൽ അടയാളങ്ങൾ തോன்றுം அப்படின்னு വാസിக்கிறோம். സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകും എന്ന് നാം വായിക്കുന്നു. വേഴ്സ് 26 വാനത്തിൻ സത്വങ്ങൾ അസൈക്കപ്പെടും அப்படின்னு വാസിக்கிறோം. 26 ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകും എന്ന് നാം വായിക്കുന്നു. വേഴ്സ് 29 29 വാക്യം, അത്തിമരത്തെ കുറിച്ച് നാം വാസിக்கிறோம். അവിടെ അത്തി മുതലായ വൃക്ഷങ്ങളെ കുറിച്ചുള്ള പറയുന്നു. ഫസ്റ്റ് ഡേ മോർണിംഗ് കൂടെ നാം കേട്ടോം. നാം ആദ്യത്തെ ദിവസം രാവിലെയും അത് കേൾക്കുകയുണ്ടായി. ഇതെല്ലാം ജീസസ് சொன்னதான prophecies about the last days. ഇതെല്ലാം അവസാന നാളുകളെക്കുറിച്ച് യേശു പറഞ്ഞ പ്രവചനങ്ങളാണ്. ഓക്കെ, ஆனால் 34 to 36 34 മുതൽ 36 വരെ നോക്കുക. അത് റെഡിനെസ്. 34 മുതൽ 36 വരെയുള്ള വാക്യങ്ങളാണ് നാം എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് എന്ന് പരാമർശിക്കുന്നത്. രണ്ട് പേർക്ക് പ്രോഫസീസ് ഇருக்கு, റെഡിനെസ് ഇருக்கு. ഇവിടെ ഈ ഭാഗത്ത് ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കുവാൻ പോകുന്നു എന്നുള്ള പ്രവചന വാക്യങ്ങളുണ്ട്. അതല്ലാതെ ആ ഭാവിയിൽ ഇപ്രകാരം സംഭവിക്കാൻ പോകുന്നത് കൊണ്ട് നമുക്ക് എങ്ങനെ ഒരുങ്ങാം എന്നുള്ളതാണ് ഈ രണ്ട് വാക്യങ്ങളിൽ ഇവിടെ നാം വായിക്കുന്നത്. നമുക്ക് പ്രോഫസീസ് കുറിച്ചതാണ് അധികமான കാര്യങ്ങൾ നമുക്ക് പുരിയുതോ പുരിയില്ലയോ. ഈ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അധികം മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും, ஆனால் ரெடினஸ் குறித்து ஜீசஸ் சொன்ன வார்த்தை தான் நாம் எடுக்கணும். എന്നാൽ നാം ഒരുങ്ങണം എന്ന് യേശു പറഞ്ഞ കാര്യങ്ങൾ നാം വളരെ ഗൗരവമായിട്ട് എടുക്കണം, നമുക്ക് മനസ്സിലാവണം. 34 36 നാം വാസിപ്പோம். 34 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പ്ലീസ്. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. അത് സർവ്വഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ട് ഇരിപ്പീൻ. 36 വചനത്തിൽ 36 വേഴ്സിൽ വാസിக்கிறோம். Watch and pray at all times so that you may have strength to escape from the trap அப்படின்னு വാസിக்கிறோம். 36 വാക്യത്തിൽ നാം വായിക്കുന്നത് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ട് ഇരിപ്പീൻ, ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിലും ഒഴിഞ്ഞു പോകുവാനായിട്ട് നിങ്ങൾക്ക് ശക്തി ലഭിക്കേണ്ടതിന് ആ രീതിയിൽ നിങ്ങൾ ആയിരിപ്പീൻ എന്ന് പറയുന്നു. വേഴ്സ് 35 അത് ഒരു കണ്ണി, ഒരു ട്രാപ്പ് அப்படின்னு വാസിக்கிறோம். 35 വാക്യത്തിൽ അവിടെ അത് 34 മലയാളത്തിൽ അതൊരു കണി പോലെ വരരുത് എന്ന് അവിടെ നാം വായിക്കുന്നു. அந்த ട്രാപ്പ് என்ன அப்படின்னா, ആ കണി എന്താണ്? വേഴ്സ് 34 இருக்கு. അത് 34 നമ്മുടെ ഇരുദയങ്ങൾ പെരുന്തിണ്ടിനാലും ഡിസിപ്പിഷൻ, ഡ്രങ്കന്നസ് ആൻഡ് വറീസ് ഓഫ് ദിസ് ലൈഫ് ഇതിനാൽ വെയിറ്റ് ഡൗൺ ആയിടാതെ പിടിക്കും. അവിടെ ആ കണി എന്ന് പറയുന്നത് എന്താണ് എന്ന് 34 വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നു. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഈ ലോകത്തിൻ്റെ ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ട് നിങ്ങൾക്ക് ഒരു കണിയായി മാറരുത്. ഇതാണ് ട്രാപ്പ് அப்படின்னு ബൈബിൾ ആണ്ടർ சொன்ன വാർത്ത. ഇതാണ് കർത്താവ് പറഞ്ഞ ഒരു കണി എന്ന് പറയുന്നത്. இந்த ട്രാப்புக்கு നാം തപ്പിത്തുകൊള്ളുവதற்கு നാം എപ്പോഴും അലർട്ടാ ഇருந்து നാം ജപം பண்ணி വിழிത്തിരിക്കണമെന്ന് ആണ്ടർ சொன்னார். ഇവിടെ ഇതാ കർത്താവ് പറയുന്നു, ഈ കണിയിൽ നിന്ന് നമുക്ക് വീഴാതിരിക്കണം എന്നുണ്ടെങ്കിൽ നാം സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ട് ഇരിക്കണം. അത് ഞാൻ തപ്പിக்கிறதுக்கு ഞാൻ ജപിക്കണം.
ഇവിടെ ഈ കണിയിൽ ഞാൻ വീണു പോകാതിരിക്കണം എങ്കിൽ ഞാൻ പ്രാർത്ഥിക്കണമെന്ന് അവിടെ പറയുന്നു. பிரியமானவர்களே, நாம் எவ்வளோ இந்த காரியத்துக்காக நம்ம எவ்வளோ சீரியஸாக நாம் எடுக்க வேண்டியது இருக்கு. പ്രിയമുള്ളവരെ, ഈ കാര്യം നാം എത്ര ഗൗരവത്തോടു കൂടെ ആണ് എടുക്കേണ്ടത്. ஜெபம் பண்ணி வாட்ச் அண்ட் ப்ரே, வாட்ச் அண்ட் ப்ரேன்னு சொன்ன வார்த்தை, ஆண்டு ஜீசஸ் சொன்ன வார்த்தை. യേശു ഇപ്രകാരം പറഞ്ഞു, ഉണർന്ന് ഇരുന്ന് പ്രാർത്ഥിക്കുക. நிறைய இடங்களில் கிறிஸ்டியன் ஹோம்ஸ்லாம் நிறைய வாட்ச் அண்ட் ப்ரே அப்படிங்கிற டெக்ஸ்ட் இருக்கும். അനേക ക്രിസ്തീയ വീടുകളിൽ, കുടുംബങ്ങളിൽ ഈ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക, വാച്ച് ആൻഡ് പ്രേ എന്ന ബൈബിൾ വാക്യം ചുമരിൽ എഴുതിയിട്ടുണ്ടാവും. அந்த வாட்ச் அண்ட் ப்ரே அப்படிங்கிறதான இந்த டெக்ஸ்ட் எந்த கான்டெக்ஸ்ட்ல இருக்குன்னு கூட ஜனங்கள் கிறிஸ்தவர்களுக்கு தெரியாது. എന്നാൽ ഇന്ന് അത് വീട്ടിൽ ആ വാക്യം വെച്ചിരിക്കുന്ന ക്രിസ്ത്യാനികളിൽ പലർക്കും ഇത് എന്ത് പശ്ചാത്തലത്തിലാണ് ഈ വാക്യം പറഞ്ഞത് എന്ന് പോലും അറിയില്ല. என்ன கான்டெக்ஸ்ட் அப்படின்னா, അതിന്റെ പശ്ചാത്തലം എന്തായിരുന്നു? இந்த ட்ராப்புக்கு, இந்த கண்ணிக்கு நீங்கள் தப்பிக்கப்படணும், ഈ ഒരു കണിയിൽ നിങ്ങൾ വീഴാതെ നിങ്ങൾ സൂക്ഷിക്കപ്പെടണം. അതാണ് അതിന്റെ പശ്ചാത്തലം. அதுக்கு ஆண்டவர்ட்ட பெலன் கேட்கணும், ஸ்ட்ரெngth வேணும் உங்களுக்கு. അതിനായിട്ട് കർത്താവിന്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് ശക്തി ആവശ്യമാണ്. இந்த கண்ணின்னா இந்த இருதயத்தினுடைய பெருந்திண்டி, வெறி, இந்த உலக கவலைகள். ഇവിടെ ഇതാ ആ കണി എന്താണ്? അത് അതിഭക്ഷണം, മദ്യപാനം, ഉപജീവന ചിന്തകൾ. ஓகே, வெறி கொண்டிருக்கிற மனுஷன் எப்படி விழித்திருக்க முடியும்? എങ്ങനെയാണ് ഈ ആകുലചിത്തരായി, ഉപജീവന ചിന്തകളാൽ ആകുലചിത്തരായിരിക്കുന്ന മനുഷ്യൻ എങ്ങനെ ഉണർന്നിരിക്കുവാനായിട്ട് കഴിയും? ஒரு ட்ரங்கன் மேன் எப்படி அவன் விழித்திருக்க முடியும்? മദ്യപാനിയായ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഉണർന്നിരിക്കുവാനായിട്ട് കഴിയുക? நிச்சயம் முடியாது. തീർച്ചയായിട്ടും കഴിയില്ല. அவன் விழித்திருந்து ஜெபிக்கிறதுக்கெல்லாம் ஒரு ட்ரங்கன் மேனால முடியாது. ഒരു മദ്യപാനായ വ്യക്തിക്ക് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് തീർച്ചയായും കഴിയില്ല. அந்த ட்ரங்கன்னஸ் எதனால இருக்கலாம் அப்படின்னா, பணத்தினால இருக்கலாம். ആ ഒരു മദ്യത്തിന്റെ മയക്കം അദ്ദേഹത്തിന് പണം കൊണ്ട് വന്നേക്കാം. அது some worldly pleasures இருக்கலாம். അല്ലെങ്കിൽ ഈ ലോകത്തിലെ ഏതെങ്കിലും സുഖം ആയിരിക്കാം. அல்ல abundance of food இருக்கலாம். അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ ആധിക്യമായിരിക്കാം. அல்லது abundance of trade. അല്ലെങ്കിൽ അവന്റെ വ്യാപാരത്തിന്റെ പെരുപ്പമായിരിക്കാം. நல்ல luxury and comfortable life. അല്ലെങ്കിൽ സുഖ ലോലുപതയിലുള്ള ജീവിതമായിരിക്കാം. ഇതിൽ என்ன இருக்கிறது அப்படின்னா, இருதயம் அப்படியே மூழ்கி போயிடுறது. ഈ കാര്യങ്ങളിൽ തന്റെ ഹൃദയം മുഴുകി പോകുന്നു. அப்படியே weight down so that may not your hearts will not be weighted down அப்படின்னு வாசிக்கிறோம். ഇവിടെ നാം വായിക്കുന്നത്, അങ്ങനെ ഈ നിങ്ങളുടെ ഹൃദയം ഭാരപ്പെട്ട് താഴേക്ക് പോകരുത്. பிரியமானவர்களே, இந்த விஷயத்தில் நாம் ஆண்டவர் சொன்ன வார்த்தையின்படி நாம் எப்பொழுதும் விழித்திருந்து நாம் ஜெபிப்போம். പ്രിയമുള്ളവരെ, കർത്താവ് പറഞ്ഞ ആ വാക്കുകൾ അടിസ്ഥാനമായി നാം എപ്പോഴും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവരായി. பூமியில் இருக்கிற ஜனங்களுக்கு அது ஒரு கண்ணி. ഇത് ഭൂമിയിലുള്ള ആളുകൾക്കാണ് ഇതൊരു കണിയായിട്ട് വരുന്നത്. ஆனால் நமக்கு அது ஒரு ட்ராப் கிடையாது. എന്നാൽ നമുക്ക് ദൈവമക്കൾക്ക് അതൊരു കണിയല്ല. நாம் எப்பொழுதும் விழித்தே இருக்கிறோம். നാം എപ്പോഴും ഉണർന്ന് ഇരിക്കണം. ஓகே, நாம் இன்னொரு வார்த்தையை கூட நான் அந்த வார்த்தையோடு சேர்த்து காண்பிக்க விரும்புகிறேன். ഇതിനോട് ചേർന്ന് ഞാൻ മറ്റൊരു വാക്യവും കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം. எபிரேயர் புத்தகம் 12ஆம் அதிகாரம், Hebrews chapter 12:1ல கூட வாசிக்கிறோம். lay aside every weight and sin அப்படின்னு வாசிக்கிறோம். എബ്രായ ലേഖനം 12ആം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലും നാം വായിക്കുന്നു, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് ഓടുക എന്ന് നാം വായിക്കുന്നു. எஸ், நம்ம நியமிக்கப்பட்டிருக்கிறதான அந்த ரேஸ்ல நாம் போறதுக்கு, നമുക്കായി നിയമിക്കപ്പെട്ടിരിക്കുന്ന ഈ ഓട്ടം നമുക്ക് ഓടി തീർക്കണം എങ്കിൽ എവറി വെയിറ്റ്, എല്ലാ ഭാരത്തെയും ഉദരി തള്ളിവിട്ട് அப்படின்னு വാസിക്കും. സകല ഭാരവും നാം അവിടെ അതിനെ വിട്ട് നാം ഓടണമെന്ന് പറയും. നാം ഒരു ഭാരത്തോட கூட நாம் எப்படி கால்ல ஒரு சங்கிலி கட்டப்பட்டு ஒரு வெயிட்டோட கூட நாம் எப்படி ട്രാക്കിൽ നാം പോകാൻ முடியும்? നമ്മുടെ കാലിൽ ഒരു ചങ്ങല ഇട്ടുകൊണ്ട് ചങ്ങലയിൽ കെട്ടപ്പെട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു ട്രാക്കിൽ ഒരു ഓട്ടം ഓടുവാനായിട്ട് കഴിയുക? ഒരു കാലം முடியாது. നമുക്ക് അത് സാധിക്കുകയില്ല. അരുമയാனவர்களே, പ്രിയമുള്ളവരെ, அந்த வெயிட் இந்த உலகத்துக்கு அடுத்ததான பாரங்கள், கவலைகள், ഈ ഭാരം എന്ന് പറയുന്നത് ഈ ലോകത്തെ കുറിച്ചുള്ള ആകുല ചിന്തകളാണ്. இந்த ஒரு காரியத்தை இந்த காலையில உங்களோடு கூட நான் பாரப்படுகிறேன். എൻ്റെ ഹൃദയത്തിൽ നിങ്ങളോട് ഈ രാവിലെ പങ്കുവെക്കുവാനുള്ള ഭാരം ഇതാണ്. worries of this present life அப்படின்னு ஆண்டவர் சொன்னார். ഈ ലോകത്തിൻ്റെ കവളകൾ, ഈ ലോകത്തിന്റെ ആകുല ചിന്തകൾ എന്ന് കർത്താവ് പറഞ്ഞു. നമ്മുടെ ഹൃദയത്തെ ഭാരപ്പെടുത്തി കീഴ് നോക്കി വെക്കരുത്. നമ്മുടെ ഹൃദയത്തെ അത് ഭാരപ്പെടുത്തി ആ ഹൃദയത്തെ താഴേക്ക് വലിക്കുന്നു. ജീസസ് சொன்ன காரியங்களை ஒரு சில வார்த்தைகளை நான் காண்பிக்க விரும்புகிறேன். യേശു പറഞ്ഞ ചില വാക്കുകൾ, ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം. ഒരു 3-4 സത്യങ്ങളെ ഉങ്ങളോട് കൂടെ ഞാൻ പகிர்ந்து കൊள்ள വിரும்புகிறேன். 3-4 സത്യങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. worries of this present life, ഈ കാലത്തിലെ, ഈ ലോകത്തിലെ, നാം ജീവിക്കുന്ന കാലത്തിലെ നമ്മുടെ ഭാരങ്ങൾ, ആകുലങ്ങൾ. മാത്യു ചാപ്റ്റർ 6ൽ നാം വായിக்கிறோம். മത്തായി 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു.
വേഴ്സ് 25 34 വரைக்கும் 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ கிட்டத்தட்ட ஒரு 10-11 வசனங்களுக்குள்ளாக ஆண்டவர் 3 தடவை சொன்னார், 3 டைம்ஸ் சொன்னார். ഇവിടെ ഈ 11 വാക്യങ്ങൾക്കിടയിൽ കർത്താവ് 3 പ്രാവശ്യം പറഞ്ഞു கவலைப்படாதிருங்கள், கவலைப்படாதிருங்கள், கவலைப்படாதிருங்கள் சொன்னார். ആകുലപ്പെടരുത്, ആകുലപ്പെടരുത്, വിചാരപ്പെടരുത്, വിചാരപ്പെടരുത് എന്ന് 3 പ്രാവശ്യം പറഞ്ഞു. വേഴ്സ് 25 വാസിக்கிறோம். 25-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, പ്ലീസ് റീഡ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. മറുപടിയും വാസിக்கிறோம். വേഴ്സ് 31 വാസിக்கிறோம். വീണ്ടും നാം 31-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. വേഴ്സ് 34 കൂടെ വാസിக்கிறோம். 34-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്. ഇതെല്ലാം യാരുടെ പങ്ക് அப்படின்னா ഉലകത്തിലുള്ള അവിശ്വാസികളുടെ അജ്ഞാനികളുടെ പാർട്ട് അതെല്ലാം. ഇങ്ങനെ വിചാരപ്പെട്ടുള്ള ഒരു ജീവിതം അത് ഈ ലോകത്തിലുള്ള അവിശ്വാസികളായിട്ടുള്ള ആളുകൾ ആണ് അങ്ങനെ ചെയ്യുന്നത്. ஓகே, മാത്യു சாப்டர் 6ல இங்க உள்ள பீப்புளுக்கு என்ன கவலை அப்படின்னா, in order to get things, in order to get the worldly things. മത്തായി 6-ാം അധ്യായത്തിൽ അവിടെ ഉള്ള ഈ വിചാരം, ഇവർക്ക് ഉള്ള വിചാരം ഈ ലോകത്തിലെ വസ്തുവകകൾ, സാധനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയുള്ള വിചാരങ്ങളാണ്. എന്നത്തെ ഉൺപോം, ഉടുപ്പോം, കുടിപ്പോം, തங்குவோം. ഞാൻ എന്താണ് ഉടുക്കുക, എന്താണ് കുടിക്കുക, എന്താണ് തിന്നുക, എവിടെയാണ് താമസിക്കുക, ഇങ്ങനെയുള്ള വിചാരങ്ങൾ. അതായത് വേൾഡ്ലി തിങ്സ് in order to getting things. എനിക്ക് ഈ ലോകത്തിലെ കാര്യങ്ങളൊക്കെ കിട്ടണം, അതിനുവേണ്ടിയുള്ള വിചാരം. അതിൽ ഒരു കവള, അത് ഒരു തരത്തിലുള്ള വിചാരം ആണ്. ലൂക്ക് ചാപ്റ്റർ 12 എന്നാൽ ലൂക്കോസ് 12-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യനെ കുറിച്ച് ആണ്ടൊരു പാരബിൾ சொன்னார். ഇവിടെ ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു ഉപമ കർത്താവ് പറയുന്നു. ഇവനുക്ക് എന്നാ കവളை அப்படின்னா, ഈ വ്യക്തിയുടെ വിചാരം എന്താണ്, ആകുലം എന്താണ്? ഇവനുക്ക് ഒരുവനുക്ക് ഇല്ലാത്തതിനാല കവളை. ഒരാൾക്ക് അവന് എനിക്ക് ഇതില്ല, എനിക്ക് ഈ ലോകത്തിലെ കാര്യങ്ങൾ കിട്ടണം എന്നുള്ള വിചാരമാണ്. ഇല്ലാത്തതിനാല അവനുക്ക് കവളை. അവനില്ല, അതുകൊണ്ട് അവന് വിചാരം. ഇവനുക്ക് എന്നാ കവളை அப்படின்னா ഇരിക്കുന്നതിനാല കവളை. എന്നാൽ ഇവിടെ നാം ലൂക്കോസ് 12-ാം അധ്യായത്തിലുള്ള വ്യക്തിക്ക് അവന്റെ വിചാരം, ആകുലം എന്താണെന്ന് വെച്ചാൽ അവൻ ഉള്ളത് കൊണ്ടാണ് അവന്റെ പ്രശ്നം, അതുകൊണ്ടാണ് അവൻ വിചാരപ്പെടുന്നത്. ஆண்டவர் ஒரு പാരബിൾ சொன்னார். ഇവിടെ ഇതാ ഒരു ഉപമയായിട്ട് അവനുடைய ഒരു വേഴ്സ് 16 അവനുடைய ഐശ്വര്യവാൻ നിലം നന്നായി വിളയുന്നതെന്ന് വാസിக்கிறோம். ഇവിടെ ഇതാ ഒരു ധനവാനെ കുറിച്ചാണ് പറയുന്നത്. ധനവാനായ ഒരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു. ധാന്യങ്ങളെല്ലാം ചേർത്ത് വെക്കണം. ഇപ്പൊ അവന്റെ വിളവൊക്കെ അവന് കൂട്ടി വെക്കാൻ സ്ഥലം വേണം. என்னுடைய களஞ்சியத்தை நான் இடிப்பேன், கட்டுவேன், മറുപടി എല്ലാത്തി പൊറുകളെ ചേർത്ത് വെപ്പേൻ. ഇവിടെ സ്ഥലം പോരാ എന്നവൻ വിചാരിച്ചിട്ട് അവൻ പറയുന്നു, ഞാനിത് കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എൻ്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും എന്നവൻ പറയുന്നു. ആത്മാവേ ഉനക്കാக അനേക വർഷങ്ങൾക്ക് പൊറുകളെ ചേർത്ത് വെച്ചിരിக்கிறேன். അപ്പോൾ അവൻ പറയുന്നു, നീ അനവധി, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവ സ്വരൂപിച്ച് വെച്ചിരിക്കുന്നു, ആശ്വസിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. യെസ്, അവൻ തനക്കുള്ളേ അവൻ ചിന്തിത്തുകൊണ്ടാൻ ചൊല്ലിക്കൊണ്ടാൻ. അവൻ തന്നോട് തന്നെ അവൻ പറയുകയാണ്, അവന്റെ മനസ്സിൽ ചിന്തിക്കുകയാണ്, പറയുകയാണ്. അപ്പൊ ജീസസ് சொன்ன இந்த പാരബിളിൽ, ഈ യേശു പറഞ്ഞ ഈ ഉപമയിൽ ഇവനുടെ കവള എന്നാ அப்படின்னா, ഇവന്റെ വിചാരം എന്താണ്, ഇവന്റെ ആകുലം എന്തിനെ കുറിച്ചാണ്? എല്ലാத்தையும் சேர்த்து வைக்கிறதுல அவனுக்கு கவலை. അവന് എനിക്ക് ഒത്തിരി ഉണ്ട്, ഇത് എങ്ങനെ ഞാൻ ഇവിടെ കൂട്ടി വെക്കും? இதை எங்கே போடுறது? இதில் மியூச்சுவல் ஃபண்டில் போடலாமா, இதில் போடல, இதை போட்டால் இது இன்ட்ரெஸ்ட் அதிகமாக வருமா, இதை போடலாமா அதை போடலாமாங்கிறதுலே அவனுக்கு கவலை. അവന് ഇത് ഒത്തിരി ഉണ്ട്, അപ്പോൾ ഉള്ളത് ഇത് എവിടെയൊക്കെ ഇടും, നിക്ഷേപിക്കും? ഇത് മ്യൂച്വൽ ഫണ്ടിലാണോ, അല്ലെങ്കിൽ ഇവിടെയാണോ, അവിടെ ഇടണമോ, ഇവിടെ ഇടണമോ? ആകെ കുഴപ്പം, ആകെ കൺഫ്യൂഷനാണ് അവന്, ആകെ വിചാരം, ആകുലം. போஸ்டரில் அதிலெல்லாம் இன்ட்ரெஸ்ட்டில் ரொம்ப கம்மியாக தான் இருக்குது. அதனால் ஹை இன்ட்ரெஸ்ட் கிடைக்கணும், அதனால் ஹை ரிஸ்க் எடுத்துக்கிறது. അപ്പോൾ ഈ പോസ്റ്റ് ഓഫീസിലൊക്കെ ഇട്ടാൽ ഇൻട്രസ്റ്റ് ഒക്കെ കുറവാണ്, അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടണം, കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടണമെങ്കിൽ കുറച്ച് റിസ്ക് എടുക്കണം, അങ്ങനെ റിസ്ക് എടുത്ത് ഹൈ ഇൻട്രസ്റ്റ് കിട്ടുന്നതിലേക്ക് ഇടണം. ഇതിനെക്കുറിച്ചുള്ള ചിന്തകൾ, വിചാരങ്ങൾ. ഇത് തൂക്കി ഷെയർ മാർക്കറ്റിൽ പോടലാമാ, ഞാൻ ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിച്ചാലോ? ഇത് തൂക്കി റിയൽ എസ്റ്റേറ്റിൽ പോടലാമാ, ഇത് ഇത്രയും ഭാഗം ഞാനത് റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിച്ചാലോ? ഇത് തൂക്കി ബിസിനസ്സിൽ പോടലാമാ, ഇത് ബാക്കി ഞാൻ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്താലോ? എപ്പടി ചേർത്ത് വെക്കണം, എപ്പടി ചേർത്ത് വെക്കണം, എങ്ങനെ എനിക്ക് ചേർത്ത് വെക്കാം? ഒരുവനുക്ക് ഇല്ല, സാപ്പാടുക്കേ ഇല്ല, വയറ്റുക്കില്ല, വായിക്കില്ല, ഒരുത്തനുക്ക് കവള. ഒരാളുടെ വിചാരം, എനിക്ക് കഴിക്കാൻ ഭക്ഷണമില്ല,
എനിക്ക് വായിക്കും വയറിനും ഇല്ല അതുകൊണ്ടുള്ള വിചാരം. ஒருவனுக்கு ஃபுல்லா இருக்கு, ஃபுல்லா எக்ஸஸ் அவனுக்கு. മറ്റേ വ്യക്തിക്ക് അവന് നിറഞ്ഞിരിക്കുന്നത് കൊണ്ടുള്ള വിചാരം. இதை எங்க சேர்த்து வைக்கிறது? ഇത് എവിടെ എനിക്ക് വെക്കാനായിട്ട് പറ്റും? ஒருவனுக்கு கவலை இப்படி கவலை. ഒരാൾക്ക് ഇങ്ങനെയുള്ള വിചാരം. ഓക്കേ, ലൂക്ക് 12 இன்னொரு മനുഷ്യനെ കുറിച്ച് നാം വാസിக்கிறோம். ലൂക്കോസ് 12-ാം അധ്യായത്തിൽ നാം മറ്റൊരു വ്യക്തിയെ കുറിച്ച് വായിക്കുന്നു. വേഴ്സ് 13 വാസിக்கிறோம். 13-ാമത്തെ വാക്യം. തன்னுடைய ആസ്തിയെ ഭാഗം പിരിത്ത് തൻ വീതത്തെ തരുമ്പടിക്ക് തൻ സഹോദരനുക്ക് சொல்ல. ഇവിടെ ഇതാ ഒരുവൻ വന്ന് അവനോട്, ഗുരു, ഞാനുമായി അവകാശം പകുതി ചെയ്യുവാൻ എൻ്റെ സഹോദരനോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. അവനുடைய பிரச்சனை, அவனுடைய கவலை, காரியங்கள் எல்லாம் என்னோட எனக்கு வர வேண்டிய வீதம் என்ன நடக்கல, எனக்கு இன்னும் பார்ட்டிஷன் பண்ணல என்ன. അപ്പോൾ ഇവനും വിചാരമാണ്, ആകുലമാണ്. അവൻ്റെ പ്രശ്നം, എനിക്ക് എൻ്റെ വീതം ഇതുവരെ കിട്ടിയിട്ടില്ല, എൻ്റെ സഹോദരനിൽ നിന്ന് എൻ്റെ വീതം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതാണ് അവൻ്റെ പ്രശ്നം. என்னுடைய ஷேர் என்ன எனக்கு வரல, എൻ്റെ ഭാഗം, എൻ്റെ വീതം എനിക്ക് കിട്ടിയിട്ടില്ല. അതാണ് അവൻ്റെ പ്രശ്നം. என்னுடைய தகப்பனாருடைய ஆஸ்தி, அந்த சொத்து எனக்கு வர வேண்டி என்னுடைய ஷேர் என்ன எனக்கு வரல. എൻ്റെ അപ്പനിൽ നിന്ന് എനിക്ക് കിട്ടേണ്ട എൻ്റെ ആ ഭാഗം, എനിക്ക് എൻ്റെ അത് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരു മനുഷ്യനുക്ക് അതിലെ കവളെ, ഒരു മനുഷ്യന്റെ വിചാരം അതിനെക്കുറിച്ചാണ്. എല്ലാം worries of this present life. ഇതെല്ലാം ഈ ലോകത്തെക്കുറിച്ചുള്ള ആകുലങ്ങളാണ്, വിചാരങ്ങളാണ്. ലൂക്ക് ചാപ്റ്റർ 10 കൂടെ വാസിക്കണം. ലൂക്കോസ് 10-ാം അധ്യായത്തിലും നാം വായിക്കുന്നു. ലൂക്ക് ചാപ്റ്റർ 10, ലൂക്കോസ് 10 മാർത്തയെ കുറിച്ച് നാം വാസിക്കണം. ഇവിടെ നാം മാർത്തയെ കുറിച്ച് വായിക്കുന്നു. അവൾക്കുണ്ടാണ് കവളെ, മാർത്തയ്ക്കുണ്ടായിരുന്ന വിചാരങ്ങൾ എന്തൊക്കെയാണ്? വേഴ്സ് 40 വാസിക്കണം. നമ്മുടെ 14-ാമത്തെ ലൂക്ക് 10:40 40, ലൂക്കോസ് 10:40 മാർത്തയെക്കുറിച്ച് നാം വായിക്കുന്നത്. മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്കെ വന്നു, കർത്താവേ, എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ച് വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. മാർത്ത യാരെയും പോയി കേട്ടാ ഉങ്ങൾക്ക് കവള ഇല്ലാന്ന് കേട്ടാ പറഞ്ഞു. അതാ ഇവിടെ മാർത്ത ചോദിക്കുന്നത്. നോക്കുക, മാർത്തയുടെ വിചാരത്തെക്കുറിച്ചല്ല. മാർത്ത ഇപ്പോൾ പറയുന്നത്, കർത്താവേ, നിനക്ക് വിചാരമില്ലയോ? എൻ്റെ സഹോദരി എന്നെ ശുശ്രൂഷയ്ക്ക് തനിച്ചാക്കിയിരിക്കുന്നു, അതിനെക്കുറിച്ച് നിനക്ക് വിചാരമില്ലയോ? ഞാൻ കവളപ്പെട്ടിട്ടിരിക്കേ, ഞാനിപ്പോ ഇതാ ആകെ വിചാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നീ കവളപ്പെടാൻ മാട്ടേങ്கிறீங்க. ഞാനിങ്ങനെ വിചാരപ്പെടുമ്പോൾ, കർത്താവേ, നീ എന്താ അങ്ങെന്താ വിചാരപ്പെടാത്തെ? നിങ്ങളെ ചേർന്ന് കവളപ്പെടുക. ഞാനിങ്ങനെ വിചാരപ്പെടുമ്പോൾ, കർത്താവെ, അങ്ങ് എന്നോടൊപ്പം ചേർന്ന് വിചാരപ്പെടണ്ടേ? இன்னைக்கு மார்த்தாளுடைய காரியங்கள்லாம் எங்க இருக்குன்னா நிறைய சிஸ்டர்ஸ் தான் இருக்கு. இன்னைக்கு பாருங்க, என் புருஷனை விட்டுட்டு என்ன தனியே வேலை விட்டுட்டு என் புருஷன் கவனிக்கிறதே இல்லைன்னு சொல்றதான்னு കംപ്ലൈനിങ് മർമറിങ് സിസ്റ്റേഴ്സ്லாம் இருக்காங்க. ഇന്ന് മാർത്തയെ പോലെ അനേക സഹോദരിമാര് അവർ പറയുന്നത്, ഞാൻ ഇങ്ങനെ വിചാരപ്പെടുമ്പം ഇതാ എൻ്റെ ഭർത്താവ്, അദ്ദേഹം ചുമ്മാതിരിക്കുന്നു, അദ്ദേഹത്തിന് ഒരു ആധിയുമില്ല, വിചാരവുമില്ലാതെ കല്ല് പോലെ ഇരിക്കുന്നു. ഒന്ന് ജീസസ്ഡേ சொல்றவங்களா இருக்காங்க. ഇത് യേശുവിനോട് പോലും പറയുന്ന ആളുകൾ. വേഴ്സ് 40 വാസിക്കണം. 40-ാമത്തെ വാക്യത്തിൽ இந்த வேர்ஸ் நான் சற்று மாற்றி வாசிக்கிறேன். ഞാനിത് ഈ വാക്യം കുറച്ചൊന്ന് മാറ്റി വായിക്കാം. ஆண்டவரே, என் புருஷன் நான் என்னை குறித்து கவலையே பட மாட்டேங்கிறார். என்னுடைய புருஷன், കർത്താവേ, എൻ്റെ ഭർത്താവ് എന്നെക്കുറിച്ച് വിചാരപ്പെടുന്നേ ഇല്ല. உங்களை குறித்து பைபிளில் சொல்லப்பட்டிருக்கு. സഹോദരിമാരെ, നിങ്ങളെക്കുറിച്ച് ഇതാ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. அப்படி இருதயத்தில் இருக்கக்கூடாது. അങ്ങനെ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാവരുത്. சில சிஸ்டர்ஸ்லாம் அப்படியே கவலையாவே இருப்பாங்க. ചില സഹോദരിമാര് അങ്ങനെ അങ്ങ് ഭാരപ്പെട്ട് വിചാരപ്പെട്ടിരിക്കുകയാണ്. பிள்ளைகளை குறித்ததான கவலை, കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള വിചാരങ്ങൾ. நீங்கள் ஒரு நல்ல ஒரு ஸ்கூலில் கொண்டு போய் பிள்ளைகளை எஜுகேஷனில் போடலான்னு சொல்லிட்டு நீங்கள் விரும்புவீங்க. നല്ല ഒരു സ്കൂളിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി പഠിപ്പിക്കാം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. அல்லது இந்த எஜுகேஷன் கொடுக்கலாம் அப்படின்னு நீங்கள் விரும்புவீங்க. ഈ തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കണം എന്ന് നിങ്ങൾ താല്പര്യപ്പെടുന്നു. യെസ്, உங்களுடைய பாரம் உங்களுடைய பிள்ளைகளை குறித்து நல்ல காரியமாக தான் இருக்கு. നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള നിങ്ങളുടെ ഈ നല്ല ചിന്തകൾ തന്നെയാണ്, നല്ല വിചാരങ്ങളാണ്, നല്ല 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 കാര്യങ്ങളാണ് നിങ്ങൾ പദ്ധതി ഇടുന്നത്. ஆனால் ഫൈനാൻഷ്യൽ ഗ്രൗണ്ട് ഇടം കൊടുക്കല. എന്നാൽ ആ സ്കൂളിൽ പഠിക്കാൻ അല്ലെങ്കിൽ ഈ സാഹചര്യത്തിനായിട്ടുള്ള സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്കില്ല. அல்லது ஒரு ஃபர்தராக ஒரு எஜுகேஷன் கொடுக்கறதுக்கு ஃபைனான்ஷியல் கிரவுண்ட் இடம் கொடுக்கல. എന്നാൽ അതിനെ തുടർന്ന് ഒരു ഉന്നത വിദ്യാഭ്യാസത്തിന് ആവശ്യമായ സാമ്പത്തിക സ്രോതസ് നിങ്ങൾക്കില്ല. அப்போ அந்த சூழ்நிலையிலெல்லாம் நாம் என்ன செஞ்சுக்கிட்டு இருக்கோம் அப்படின்னா, புருஷனை குறித்து நான் என் பிள்ளைகளை குறித்து நான் கரிசனையாக இருக்கிறது போல நீங்கள் பிள்ளைகளை குறித்து நீங்கள் கரிசனை இல்லை அப்படின்னு சொல்கிறது. ഉടനെ അപ്പോൾ ഭാര്യ ഭർത്താവിനോട് പറയുന്നു, മക്കളെക്കുറിച്ച് എനിക്ക് ഇത്രയധികം അവരെക്കുറിച്ച് ഒരു ഭാരമുണ്ടെന്നാൽ നിങ്ങൾക്ക് ഒരു ഭാരവുമില്ലല്ലോ. இன்னும் வீடு சரியாக ஒரு சொந்த ஒரு வீடு ஒன்று வாங்கலை, ഇതുവരെ
സ്വന്തമായിട്ടൊരു വീട് വാങ്ങിയിട്ടില്ല. அல்லது ஒரு பிளாட் வாங்கியிருக்கோம், அதில் இன்னும் வீடு கட்டலை. എന്നാൽ ഇത് അവർ സ്ഥലം വാങ്ങിയിട്ടുണ്ട്, പക്ഷേ ഇതുവരെ അതിലൊരു വീട് വെച്ചിട്ടില്ല. அதை குறித்து உங்களுக்கு கவலையே இல்லை. அதை குறித்து உங்களுக்கு അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു വിചാരവുമില്ല. നിങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഭാരവുമില്ല. இதை குறித்து கவலை இல்லை, அதை குறித்து கவலை இல்லை, இதை குறித்து கவலை இல்லைன்னு சொல்றது. നിങ്ങൾ എന്താ ഈ കാര്യത്തെക്കുറിച്ചും ആ കാര്യത്തെക്കുറിച്ചും ഒന്നും മനുഷ്യ നിങ്ങൾക്ക് ഒരു വിചാരവുമില്ലല്ലോ. எனக்கு நீங்க சப்போர்ட்டாகவும் இல்லை. நீங்க எனக்கு അതുമാത്രമല്ല, എനിക്കൊരു സഹായത്തിന്റെ കരവും നിങ്ങൾ നീട്ടുന്നില്ല. என் குடும்பத்தினுடைய அநேக காரியங்கள்ல எனக்கு நீங்க உதவி செய்யவும் இல்லை. நீங்க എൻ്റെ വീട്ടിലെ അനേക കാര്യങ്ങളുണ്ട്, എന്നാൽ അതിലൊന്നും ഒരു സഹായവും എനിക്ക് ചെയ്യുന്നില്ല. பிரியமானவர்களே, இந்த மார்த்தாளுடைய ஸ்பிரிட்டை குறித்து நாம் ஜாக்கிரதையா இருப்போம். പ്രിയമുള്ളവരെ, മാർത്തയുടെ ഈ ഒരു ആത്മാവിനെ കുറിച്ച് നാം ജാഗ്രതയുള്ളവരായിരിക്കണം. எகைன் நாம் திரும்ப இங்க வருவோம். നമുക്ക് വീണ്ടും ഇങ്ങോട്ട് വരാം. ஒரு குணசாலியான ஸ்திரீ, ஒரு வெர்ச்சுவஸ் வுமனை குறித்து நாம் இங்க வாசிக்கிறோம். Proverbs chapter 31ல வாசிக்கிறோம். നാം സദൃശവാക്യങ്ങൾ 31-ാം അധ്യായത്തിൽ ഒരു குணசாலியான ஒரு ஸ்திரியை குறித்து நாம் வாசிக்கிறோம். ഉത്തമയായ ഒരു ഭാര്യ, വിവേകമുള്ള ഒരു സ്ത്രീയെ കുറിച്ച് നാം അവിടെ വായിക്കുന്നു. நல்ல அருமையான ஒரு குணசாலியான ஒரு ஸ்திரீ. അവിടെ ഇതാ ഉത്തമയായ ഒരു സ്ത്രീ. அவள் மார்த்தாள் என்ன, மார்த்தாளை காட்டிலும் பற்பல வேலைகளில் ஈடுபட்டவள் அவள். ഇത് ഈ സ്ത്രീ മാർത്തയെക്കാട്ടിലും ഒത്തിരി അധികം കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് ഈ സ്ത്രീ. நிறைய காரியங்கள் അവള് പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. காலையில் நாம் வாசிக்கிறோம், அவளை குறித்து நாம் வாசிக்கிறோம். ഇവിടെ നാം അവളെ കുറിച്ച് നമുക്ക് ഇവിടെയൊക്കെ വായിക്കാം. വേഴ്സ് 13ல வாசிக்கிறோம். 13-ാമത്തെ വാക്യം നോക്കുക. தன்னுடைய கைகளினால் உற்சாகத்தோட வேலை செய்கிறாள். അവൾ കൈകൊണ്ട് ഉത്സാഹത്തോടെ അവൾ വേല ചെയ്യുന്നു. ഒരു 14 വചനം, വ്യാപാര കപ്പலை போல இருக்கிறார். അവൾ കച്ചവട കപ്പൽ പോലെയാകുന്നു. കാലയിൽ ഇരുട്ടോടെ എഴുகிறாൾ. അവൾ രാവിലെ എഴുന്നേറ്റ് വീട്ടിലുള്ളവർക്ക് ആഹാരം. 16ல ഒരു വയലിൽ വിസാരിத்து വാങ്ങുகிறாள். അവിടെ ഇതാ 16-ാം വാക്യത്തിൽ ഒരു നിലത്തിന്മേൽ ദൃഷ്ടി വെച്ച് അത് മേടിക്കുന്നു. വേഴ്സ് 19 തൻ കൈകളെ റാട്ടിനത്തിൽ വയ്ക്கிறாள். ഇതാ 19-ാമത്തെ വാക്യം, അവളുടെ വിരൽ കതിർ പിടിക്കുന്നു. ഇவ்வளவு விஷயങ്ങൾ അവൾ செய்கிறாள். ഇത്രയും കാര്യങ്ങളൊക്കെ അവൾ ചെയ്യുന്നുണ്ട്. വേഴ്സ് 22ல വാസിக்கிறோம். 22-ാം വാക്യം, രത്തിന കമ്പളങ്ങളെ തനക്ക് ഉണ്ടു பண்ணுகிறாள். ധൂമ്ര വസ്ത്രം അവൾ ഉണ്ടാക്കുന്നു, പരവതാനി ഉണ്ടാക്കുന്നു. പുരുഷൻ എങ്ക இருக்கிறார்? ഭർത്താവ് എവിടെയാ? ദേശത്ത് മൂപ്പர்களோட ന്യായാസനത്തിൽ ഉட்கார்ந்திருக்கிறார். ഇവിടെ ഭർത്താവ് പട്ടണവാതിൽക്കൽ അവര് ഈ ദേശത്തുള്ള മൂപ്പന്മാരോടൊപ്പം അവിടെ ഇരിക്കുകയാണ്. അരുമயான സഹോദരികൾ, തങ്ങളുടെ പുരുഷന്മാരെ nowadays we should release our husbands. പ്രിയ സഹോദരിമാരെ, നമ്മുടെ ഭർത്താക്കന്മാരെ നിങ്ങൾ അവരെ റിലീസ് ചെയ്യണം, അവരെ വിടണം. தேவனுடைய வேலை நிறைய இருக்கு. தேவனுடைய வேலை, தேவனுடைய திராட்சை தோட்டத்தில் நிறைய வேலை இருக்கு. ദൈവത്തിന്റെ മുന്തിരി തോട്ടത്തിൽ അനേക ജോലികൾ ചെയ്ത് തീർക്കുവാനായിട്ടുണ്ട്. வேலையாட்கள் குறைவு, லேபரர்ஸ் குறைவா இருக்காங்க, വേലക്കാർ കുറവാണ്. സോ தேவனுடைய மந்தையை விசாரிப்பதற்கு புருஷர்கள் தேவனுடைய வேலை செய்யணும். ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തിന്റെ അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നതിന് അവിടെ ആളുകൾ കുറവാണ്. അവർക്ക് അങ്ങനെയുള്ള ജോലികളുണ്ട്. இந்த ஸ்திரீ என்ன செய்யல அப்படின்னா, ഈ സ്ത്രീ ഇങ്ങനെ ചെയ്തില്ല. மார்த்தாளை போல குறை சொல்லல. என்ன இவ்வளோ வேலை செஞ்சுக்கிட்டே இருக்க, நீங்க போய் அங்க போய் உட்கார்ந்துட்டு இருக்கீங்க அப்படின்லாம் அவ சொல்லல. ഈ ഒരു ഉത്തമയായ സ്ത്രീ മാർത്തയെ പോലെ അവൾ ഇങ്ങനെ കംപ്ലൈന്റ് പറഞ്ഞില്ല, അവൾ പരാതി പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും ജോലി ചെയ്യുന്നില്ലേ, എന്നിട്ടെന്താ നിങ്ങൾ ഈ പട്ടണവാതിൽക്കൽ പോയി ഇരിക്കുന്നത് എന്ന് ഭർത്താവിനോട് ചോദിച്ചില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ പുരുഷர்களுக்கு നാം ഒരു நுகத்தடியா ஒரு யோக்கா இருந்துடக்கூடாது. மனைவிமார்கள், പ്രിയ ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് നിങ്ങൾ ഒരു നുകമായി മാറരുത്. இன்னைக்கு இருக்கிறதான இந்த யங் ஜெனரேஷன், இன்னைக்கு இருக்கக்கூடிய யங் ஜெனரேஷன், ഇന്ന് ഉള്ള ഈ ഒരു യുവ തലമുറ വീട്ടിൽ എപ്പിടിനാച്ച കാര്യങ്ങൾ இருக்கலாம். വീട്ടിൽ എങ്ങനെ കാര്യങ്ങൾ ഏതെങ്കിലുമൊക്കെ രീതിയിലായിരിക്കാം. தேவனுடைய திருச்சபைக்கு வந்தும் என்ன செஞ்சுக்கிட்டு இருக்காங்கன்னு கேட்டா, பிள்ளைகளை தூக்கி வச்சுட்டு உட்காந்துட்டு இருக்காங்க. ബ്രദേഴ്സ്, യങ് ബ്രദേഴ്സ്, ദൈവസഭയിൽ അവർ വന്നു കഴിഞ്ഞിട്ടും അത് കഴിഞ്ഞിട്ടും അവർ യുവ സഹോദരന്മാർ അവർ കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചില സഹോദരികളെ பார்க்கிறேன், പിള്ളേക്ക് പാൽ കൊടുത്തിട്ട് இருக்காங்க. ചില സഹോദരന്മാരെ നോക്കുന്നു, അവരെ നല്ല ബോട്ടിൽ പാൽ കൊടുക്കുന്നത്, പിള്ളേരെ ഗവനിക്കുന്നത്, അവര് കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം യാർ ചെയ്യണം? ഇതെല്ലാം ആരാണ് ചെയ്യേണ്ടത്? വീട്ടിലെ കാര്യങ്ങൾ ചെയ്യട്ടോ. ഇതെല്ലാം
വീട്ടിലെ കാര്യങ്ങൾ ആരാണ് ചെയ്യേണ്ടത്? சபைக்கென்று வரும்பொழுது சபையில் இங்க thousands of works இங்க இருக்குங்க. സഭയിലേക്ക് നിങ്ങൾ വരുമ്പോൾ ആ സഭയിൽ അനേക കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുണ്ട്. சிலர் அப்படியே என்ன செஞ்சிட்டே இருக்காங்க கேட்டா, மனைவி செய்ய வேண்டிய வேலையெல்லாம் புருஷர்கள் செஞ்சிட்டு இருக்காங்க. ഭാര്യ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഭർത്താവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. வேதம் இங்க என்ன சொன்னதுன்னா, புருஷன் தேசத்து மூப்பர்களுடைய நியாயாசனங்களில் உட்கார்ந்திருக்கையில் அப்படின்னு வாசிக்கிறோம். ഇവിടെ ഭർത്താവ് പട്ടണവാതിൽക്കൽ നിൽക്കുന്നതിനെ കുറിച്ച് പറയുന്നു. Verse 23. 23-ാം വാക്യത്തിൽ അവളുടെ ഭർത്താവ് പട്ടണവാതിൽക്കൽ പ്രസിദ്ധനാകും. அப்ப அந்த குணசாலியான ஸ்திரீ என்ன செய்ய மாட்டா அப்படின்னா, தன்னுடைய புருஷனை குறித்து நீ என்னை தனியே விட்டுட்டு இந்த காரியங்கள்லாம் செஞ்சுட்டு இருக்கேன்னு சொல்லிட்டு அவள்கிட்ட கம்ப்ளைனிங் ஸ்പിരിറ്റ്லாம் கிடையாது അവളുടെ. ഇവിടെ ഈ ഭാര്യ ദേശത്തിലെ മൂപ്പന്മാരോട് കൂടെ തൻ്റെ ഭർത്താവ് ഇരിക്കുമ്പോൾ നീ എന്തിനാണ് എന്നെ തന്നെ ആക്കിയിട്ട് ഇവിടെ പോയിരിക്കുന്നത് എന്ന് പറഞ്ഞുള്ള ഒരു പരാതി അവൾക്കില്ല. அப்ப எதுக்கெல்லாம் கவலை, இந்த worries of this present life அப்படின்னா எதுக்கெல்லாம் கவலை இருக்கு அப்படின்னா, ഈ ലോകത്തിലെ കാര്യങ്ങളെക്കുറിച്ചുള്ള ഈ ഒരു ആധി അല്ലെങ്കിൽ വിചാരം എന്ന് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളിലാണ്? இல்லைங்கிறதுனால உலக பொருட்கள், பணம் காசு பார்க்கிற കാര്യങ്ങൾ ഇല്ലാത്തതിനാல കവള. ഈ ലോകത്തിൽ ഉള്ള വസ്തുവകകൾ ഇല്ല എന്നുള്ളത് കൊണ്ടുള്ള വിചാരം, அல்லது இருக்கிறதுனால കവള, അല്ലെങ്കിൽ ഈ ലോകത്തിലെ വസ്തുവകകൾ കൂടുതലായിട്ടുണ്ട് അതുകൊണ്ടുള്ള വിചാരം, அல்லது நம்மளுடைய குடும்பங்களில் நிறைய காரியங்கள் നമുക്ക് പുരുഷനിടത്തിലിருந்து മറ്റൊരിടത്തിന് ഹെൽപ്പ് ഇല്ലെங்கிறதுனால കവള. വീട്ടിൽ കുടുംബത്തിൽ നമുക്ക് ഭർത്താവിൽ നിന്ന് സഹായം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ഭാര്യയിൽ നിന്ന് സഹായം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് സഹായം ലഭിക്കുന്ന ഈ കാര്യത്തെക്കുറിച്ചുള്ള വിചാരം. പ്രിയമാനവர்களே, இந்த ஆண்டவர் சொன்ன வார்த்தை again we'll turn back to Matthew chapter 6 திரும்பும். പ്രിയ സഹോദരന്മാരെ, നമുക്ക് വീണ്ടും കർത്താവ് പറഞ്ഞ ആ വാക്യങ്ങളിലേക്ക്, മത്തായി 6-ാം അധ്യായത്തിലേക്ക് നമുക്ക് തിരികെ പോകാം. verse 32 വാസിக்கிறோம். മത്തായി 6-ാം അധ്യായം 32-ാമത്തെ വാക്യം. ഇവകളെല്ലാം അஞ்ஞானிകൾ നാടി തേടുகிறார்கள். അവിടെ നാം വായിക്കുന്നത്, ഈ വക ഒക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. അവിശ്വാസികളും അஞ்ஞானிകളും ദേവനെ അറിയാത്തവர்கள் ഇത് ആർവത്തോടെ eagerly they seek these things eagerly. അവിശ്വാസികൾ, ജാതികൾ, ദൈവത്തെ അറിയാതിരിക്കുന്ന ആളുകൾ, അവരാണ് ഈ വകയൊക്കെയും വളരെ താല്പര്യത്തോടെ അന്വേഷിക്കുന്നത്. കവളയോട് തേടുகிறார்கள். അവർ വളരെ ഭാരത്തോടെ അന്വേഷിക്കുന്നു. நாம் பழைய உடன்படிக்கையில் நாம் திருப்ப வேண்டியதில்லை. நமக்கு ஏற்கனவே தெரியும், பழைய ஏற்பாட்டில் உள்ளதான கீசின் குமாரனாகிய சவுல் கழுதையை தேடியும் போனான்னு வாசிக்கிறோம். നമുക്ക് പഴയ നിയമത്തിൽ നമുക്ക് ആ ഭാഗത്തേക്ക് പോകണമെന്നില്ല. കീശിൻ്റെ മകനായ ശൗൽ, അവൻ കഴുതയെ തേടി അലഞ്ഞതിനെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. Yes, 1 minute அந்த verse காம்போ. 1 Samuel, 1 Samuel chapter 9. 1 ശമൂവേൽ 9-ാം അധ്യായത്തിലാണ്. നമുക്ക് വാക്യം ഒന്ന് നോക്കാം. எதை தேடி ஆர்வத்துடன் ஜாக்கிரதையாய் கருத்தாய் அந்த கழுதையை தேடியும் போயிட்டே இருந்தான் பாருங்க. അവൻ എത്ര ഉത്സാഹത്തോടു കൂടിയാണ് അവൻ കഴുതയെ അന്വേഷിച്ചുകൊണ്ട് പോയത്. verse 3 വാസിக்கிறோം. 1 Samuel chapter 9 verse 3. 1 ശമൂവേൽ 9-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. ശൗലിന്റെ അപ്പനായ കീശിന്റെ കഴുതകൾ കാണാതെ പോയിരുന്നു. കീശ് തന്റെ മകനായ ശൗലിനോട്, നീ ഒരു ഭൃത്യനെയും കൂട്ടിക്കൊണ്ട് കഴുതകളെ അന്വേഷിക്കുക എന്ന് പറഞ്ഞു. அந்த கழுதையை தேடி எங்கெங்கெல்லாம் போனான்னு வாசிக்கிறோம். verse 4 and 5 വാസിக்கிறோം. 4ഉം 5ഉം വാക്യങ്ങളിൽ അവൻ ആ കഴുതയെ അന്വേഷിച്ചുകൊണ്ട് എവിടെയൊക്കെ പോയി എന്ന് നാം അവിടെ വായിക്കുന്നു. പ്ലീസ് റീഡ്. അവൻ എഫ്രൈം മലനാട്ടിലും ശാലീശാ ദേശത്തും കൂടെ സഞ്ചരിച്ചു, അവയെ കണ്ടില്ല. അവൻ ശാലീം ദേശത്തു കൂടെ സഞ്ചരിച്ചു, അവിടെയും ഇല്ലായിരുന്നു. അവൻ ബെന്യാമീൻ ദേശത്തു കൂടെ സഞ്ചരിച്ചു, എങ്കിലും കണ്ടുകിട്ടിയില്ല. സൂഫ് ദേശത്തെത്തിയപ്പോൾ ശൗൽ കൂടെയുള്ള ഭൃത്യനോട്, വരിക, നമുക്ക് മടങ്ങിപ്പോകാം, അല്ലെങ്കിൽ അപ്പൻ കഴുതകളെക്കുറിച്ചുള്ള ചിന്ത വിട്ട് നമ്മെക്കുറിച്ച് വിഷാദിക്കും എന്ന് പറഞ്ഞു. எத்தனை கண்ட்ரீஸ் பாருங்க, எத்தனை இடத்தை, நாடு காடு மேடுன்னு சொல்லிட்டு அவன் பாட்டு கழுதையை தேடி போயிட்டே இருக்கான் பாருங்க மனுஷன். അവൻ കാടും മലയും താണ്ടി ഇതാ എത്ര സ്ഥലങ്ങളിലൂടെയാണ് അവൻ ഈ കഴുതയെ അന്വേഷിച്ചുകൊണ്ട് പോകുന്നത്. எதை தேடி, எதை நாடி, എന്തിനെ അന്വേഷിച്ചാണ് അവൻ പോകുന്നത്? எஸ், இன்னைக்கு பிலீவர்ஸ்னுடைய நிலைமை அப்படிதான் இருக்கு. இன்னைக்கு ഇന്ന് പല വിശ്വാസികളുടെയും അവസ്ഥ ഇങ്ങനെയാണ്. எஸ், உலகத்தார் கழுதையை தேடி போட்டோம். ഈ ലോകത്തിലുള്ള ആളുകൾ കഴുതയെ അന്വേഷിച്ച് പോകട്ടെ. இன்னைக்கு உலகத்திலுள்ள அவிசுவாசிகள் ஆர்வத்துடன் இந்த டாங்கீஸ் பின்னால போறாங்க. ഇന്ന് ലോകത്തിലുള്ള അവിശ്വാസികളായ ആളുകൾ വളരെ ഉത്സാഹത്തോടുകൂടെ അവർ കഴുതയുടെ പുറകെ പോവുകയാണ്, കഴുതയെ അന്വേഷിച്ച് പോവുകയാണ്. சிலர் பெண்ணை தேடி, சிலர் வேலையை தேடி, சிலர் பொருளை தேடி, ചിലർ പെണ്ണിനെ അന്വേഷിച്ച്, ചിലർ ജോലിയെ അന്വേഷിച്ച്, ചിലർ വസ്തുവകളെ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. தேடிட்டே இருக்காங்க, போயிட்டே இருக்கிறாங்க, അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ஆனால் நம்ம இப்பெல்லாம் தேடக்கூடாதா அப்படின்னு நம்ம நினைப்போம். நம்ம
നാം അങ്ങനെയൊന്നും അന്വേഷിക്കാൻ പാടില്ലേ എന്ന് നാം ചിന്തിച്ചേക്കാം. பிரியமானவர்களே, இன்னைக்கு இருக்கிறதான ஒரு எம்ப்ளாய்மெண்ட்டுங்கிறது இன்னைக்கு ரொம்ப கடினமான நாட்கள். இந்த நாட்களில் പ്രിയമുള്ളവരെ, ഇന്ന് ഒരു ജോലി കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമാണെന്ന് എനിക്കറിയാം. ഫുൾ ഓഫ് കോമ്പറ്റീഷൻ இருக்கிற നാட்கள் இன்னைக்கு. ഇത് വളരെയധികം മത്സരമുള്ള ഒരു കാലഘട്ടമാണ്. இன்னைக்கு AI வந்திருக்கிற நாட்கள் இன்னைக்கு. ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI ഉള്ള ഒരു കാലഘട്ടമാണ്. ரீசெண்டாக பெரிய கார்ப்பரேட் IT நிறுவனங்கள்ல இருந்து நிறைய பேர்லாம் வெளியில வந்தவங்கலாம் ഉണ്ട്. ഇന്ന് വലിയ IT കമ്പനികളിൽ നിന്നെല്ലാം അനേക ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുന്നു. ஸோ இதன் மத்தியில் நாம் நம்மளுடைய ஜாப்ல நாம் எக்ஸல் பண்ணணும். നാം ഇതിന്റെ മധ്യത്തിൽ നാം ചെയ്യുന്ന ജോലിയിൽ നമുക്ക് ഏറ്റവും മെച്ചമായിട്ട് നമുക്ക് ആ ജോലി ചെയ്യുവാനായിട്ട് കഴിയണം. യെസ്, ബൈ ഓൾ മീൻസ് നമ്മളുടെ എഫിഷ്യൻസി നാം ഡെവലപ്പ് பண்ணிக்கணும். നാം നമ്മുടെ കഴിവുകൾ, നമ്മുടെ സ്കിൽസ് അത് വർദ്ധിപ്പിക്കുന്നതിനായിട്ട് നാം എല്ലാ രീതിയിലും നമുക്ക് ഉപയോഗിച്ച് അത് വർദ്ധിപ്പിക്കാം. ഒരു ബെറ്റർ പ്ലേസ്മെന്റ് നാം ധാരാളമായി തേടலாம். തീർച്ചയായും ഒരു മെച്ചമായ ജോലി നമുക്ക് അന്വേഷിക്കാം. യെസ്, വി ക്യാൻ പ്ലാൻ ഫോർ ദ ഫ്യൂച്ചർ. നമുക്ക് ഭാവിക്കായിട്ട് നമുക്ക് പദ്ധതി ഇടാം. ഈവൻ വി ക്യാൻ സേവ് ഫോർ ദ ഫ്യൂച്ചർ. അത് മാത്രമല്ല, ഭാവിക്കായിട്ട് നമുക്ക് നിക്ഷേപവും ഉണ്ടാകാം. നല്ല ബെറ്റർ പ്ലേസ്മെന്റ്സ് നാം സീക്ക് பண்ணலாம். നമുക്ക് കൂടുതൽ മെച്ചമായ ഒരു ജോലി നമുക്ക് അന്വേഷിക്കാം. ஆனால் எது தப்பு அப்படினா, എന്നാൽ എന്താണ് തെറ്റ് എന്ന് ഞാൻ പറയട്ടെ. ഫ്യൂച്ചറെ കുറിച്ച് നാം കവലപ്പെടുறோம் பாருங்க. എന്നാൽ ഈ ഭാവിയെക്കുറിച്ചുള്ള വിചാരം, ആകുലം, that is sin. അത് പാപമാണ്. ജീസസ് சொன்னதான இந்த ரெண்டு வார்த்தை, do not worry, do not fear அப்படிங்கிற வார்த்தை. യേശു പറഞ്ഞ ഈ രണ്ട് വാക്കുകൾ, നിങ്ങൾ വിചാരപ്പെടരുത്, നിങ്ങൾ ഭയപ്പെടരുത്. അത് അവിശ്വാസികൾക്ക് ഉണ്ടാണത്, അത് അജ്ഞാനികൾക്ക് ഉണ്ടാണത്. ഈ രണ്ട് കാര്യങ്ങളും അത് അവിശ്വാസികൾക്കുള്ളതാണ്, അത് ജാതികൾക്കുള്ളതാണ്. அதுக்காகவே கவலையாவே இருக்கிறது, கவலைப்பட்டுட்டே இருக்கு. present worries of this present days of life. ഭാവിയെക്കുറിച്ചുള്ള ഈ ഒരു വിചാരം, ഒരു ഭാരം, ദൈനംദിന ജീവിതത്തെക്കുറിച്ചുള്ള വിചാരങ്ങളും ഭാരങ്ങളും, அது நிமித்தமாய் என்ன ஆகுறதுல நம்மளுடைய ഹാർട്ട് என்ன ஆயிடுதுன்னா கீழே போயிடுது, ഭാരമടയുന്നു. അങ്ങനെയുള്ള വിചാരം കൊണ്ട് നമ്മുടെ ഹൃദയം ഭാരമടഞ്ഞ് അത് താഴേക്ക് പോകും. യെസ്, இந்த பூமிக்கு எடுத்த காரியங்களை நாம் படிக்கிறோம், வேலைக்கு போறோம், பெட்டர் பிளேஸ்மெண்ட்டுக்கு எல்லாம் செய்யறோம். நம்ம we have to do. നാം ഭൂമിയിൽ ആയിരിക്കുമ്പോൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്, നമുക്ക് മെച്ചമായ ജോലി അന്വേഷിക്കേണ്ടതുണ്ട്, ഇതൊക്കെ നാം ചെയ്യേണ്ടതാണ്. ஆனால் அதே சூழ்நிலையில் நம்முடைய இருதயம் இது நிமித்தமாய் என்ன ஆயிடக்கூடாதுன்னா வெயிட் ஆக்கி கீழே வந்துடக்கூடாது. എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയം ഇതൊരു ഭാരമായി മാറി നമ്മുടെ ഹൃദയം ഈ ഭൂമിയിലേക്ക് താഴേക്ക് ഇറങ്ങിപ്പോകരുത്. കർത്താവിനെ നാം വിശ്വസിക്കണം. നാം കർത്താവിനെയാണ് വിശ്വസിക്കുന്നത്. ആണ്ടവരേ, എന്നെ പോഷിക്കുന്നവർ നീർ. കർത്താവേ, എന്നെ പരിപാലിക്കുന്നവൻ, എന്നെ പോറ്റുന്നവൻ അങ്ങാണ്. എനിക്ക് ഉണ്ണവും ഉടുക്കവും ഉണ്ടായിരുന്നാൽ പോതും அப்படிங்கிற அளவுக்கு இருக்கணும். എനിക്ക് ഉണ്ണുവാനും ഉടുക്കുവാനും ഉണ്ടെങ്കിൽ മതി എന്നുള്ളൊരു മനോഭാവം. എനിക്ക് അബണ്ടൻസ് വേണ്ട ആണ്ടവരേ. എനിക്ക് സമൃദ്ധി ആവശ്യമില്ല കർത്താവേ. കംഫർട്ടബിൾ ലൈഫ് എനിക്ക് വേണ്ട. സുഖ സൗകര്യമുള്ള ഒരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല. അനോയിന്റഡ് ലൈഫ് എനിക്ക് വേണം. എനിക്ക് വേണ്ടത് അഭിഷേകമുള്ള ഒരു ജീവിതമാണ്. അനോയിന്റഡ് ലൈഫ് ഓർ കംഫർട്ടബിൾ ലൈഫ് அப்படினா അഭിഷേകമുള്ള ഒരു ജീവിതമാണോ അതോ സുഖമുള്ള ഒരു ജീവിതമാണോ? യെസ്, கொஞ்சம் இருந்தாலும் சரி. എനിക്ക് അല്പമേ ഉള്ളുവെങ്കിലും, യെസ്, അതോട് കൂടെ വിത്ത് ഗോഡ്ലിനെസ് അത് എനിക്ക് പോതും. അല്പമേ ഉള്ളുവെങ്കിലും എനിക്ക് ദൈവഭക്തി ഉണ്ടെങ്കിൽ അത് മതി. എനിക്ക് അഭിഷേകം വേണം ആണ്ടവരേ, വല്ലമേ വേണം ആണ്ടവരേ. കർത്താവേ, എനിക്ക് അഭിഷേകം വേണം, എനിക്ക് ശക്തി വേണം. ഉമക്ക് സാക്ഷിയാ ഇരിക്കണം ആണ്ടവരേ. അങ്ങേക്ക് സാക്ഷിയായിട്ട് നിൽക്കണം. ഒരേ ഒരു only one life. എനിക്ക് ഒറ്റ ജീവിതം മാത്രമേ ഉള്ളൂ. ഉമ്മുടെ നാമത്തെ ഞാൻ ഭൂമിയിൽ മഹിമപ്പെടുത്തണം, ഉമ്മുടെ ചിത്തം ചെയ്യണം ആണ്ടവരേ. അങ്ങയുടെ നാമത്തെ എനിക്ക് ഈ ഭൂമിയിൽ മഹത്വപ്പെടുത്തണം. അങ്ങയുടെ ഹിതം എന്റെ ജീവിതത്തിൽ എനിക്ക് നിറവേറ്റണം. இந்த earthly thingsக்காக என்னுடைய heart ഒരു കാൽ വെയിറ്റ് ആയിടக்கூடாது. ഈ ഭൂമിയിലെ കാര്യങ്ങൾക്കായി എന്റെ ഹൃദയം ഭാരപ്പെട്ട് താഴേക്ക് പോകരുത്. യെസ്, അன்னைக்கு സൗൽ என்ன சொன்னார், സാമുവൽ என்ன சொன்னார்னு verse 20 വാസിக்கிறோம். ഇവിടെ ഇതാ 20-ാമത്തെ വാക്യത്തിൽ ശൗലിനോട് ശമൂവേൽ പറയുന്ന ആ കാര്യം നമുക്ക് നോക്കാം. 1 Samuel chapter 9 verse 20 വാസിக்கிறோம். കഴുതയെ കുറിച്ച് കവലപ്പെടാതെ அப்படினார் ആണ്ടവർ. 1 ശമൂവേൽ 9-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ ഇവിടെ പറയുന്നത് കഴുതകളെ കുറിച്ച് ചിന്തിക്കേണ്ട ദൈവം ശൗലിനോട് പറയുന്നു. 20-ാം നല്ല വാർത്ത, കഴുതയെ കുറിച്ച് കവലപ്പെടാതെ. കഴുതകളെ കുറിച്ച് ചിന്തിക്കേണ്ട നല്ലൊരു വാക്ക്. എന്നത്തെ ഉൺപോം, എന്നത്തെ ഉടുപ്പോം, കുടിപ്പോം, കവലപ്പെടാതെ. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നതിനെ കുറിച്ച് നീ വിചാരപ്പെടേണ്ട. നാളെ ദിനത്തെ കുറിച്ച് കവലപ്പെടാതെ. നാളത്തെ കുറിച്ച് നീ വിചാരപ്പെടേണ്ട. ഉനക്ക് ആണ്ടവർ ഉനക്ക് என்ன தேவை என்பது தேவன் பரமபிதா அறிந்திருக்கிறார். നിനക്ക് എന്താണ് ആവശ്യമുള്ളത് എന്ന് സ്വർഗ്ഗസ്ഥനായ പിതാവ് അറിഞ്ഞിരിക്കുന്നു. தேவனுடைய விருப்பம் என்னவா இருக்கு அப்படின்னா, ദൈവത്തിന്റെ ഹിതം എന്താണ്? ദൈവത്തിന്റെ സകല ഇസ്രായേലിന്റെ ഡിസയർ ഉன்னை നാടുகிறது. ഇതാ ഇസ്രായേലിന്റെ ആഗ്രഹമൊക്കെയും നിന്റെ മേലാണ്. ഉன்னை தேவன் தேடுகிறார். ദൈവം നിന്നെ അന്വേഷിക്കുന്നു.
உனக்கு ஒரு ராஜ்யபாரத்தை தேவன் வைத்து வைத்திருக்கிறார். നിനക്കായിട്ട് ഒരു രാജ്യത്തിന്റെ ഉത്തരവാദിത്വം ദൈവം വെച്ചിട്ടുണ്ട്. சவுலே, உனக்கு ஒரு ராஜ்யபாரத்தை கர்த்தர் வைத்து வைத்திருக்கிறார். ശൗലേ, നിനക്ക് ഒരു രാജ്യത്തിന്റെ ഉത്തരവാദിത്വം കർത്താവ് ദൈവം നിനക്കായിട്ട് വെച്ചിരിക്കുന്നു. உனக்கு பரிசுத்த ஆவியானவருடைய அபிஷேகத்தை வைத்து வைத்திருக்கிறார். നിനക്കായിട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ദൈവം വെച്ചിട്ടുണ്ട്. உனக்கு ஒரு தீர்க்க தரிசன வரத்தை உனக்கு வைத்து வைத்திருக்கிறார். നിനക്ക് ഒരു പ്രവചനത്തിന്റെ വരം നിനക്ക് ദൈവം നൽകിയിട്ടുണ്ട്. தேவ மனுஷனாகிய சாமுவேலுடைய ஃபெலோஷிப்பை உனக்கு வைத்து வைத்திருக்கிறார். ദൈവഭക്തനായ ശമൂലിന്റെ കൂട്ടായ്മ ദൈവം നിനക്ക് നൽകിയിട്ടുണ്ട്. எஸ், இதெல்லாம் இருக்கையில ഇതെല്ലാം അവിടെ ഉള്ളപ്പോൾ തന്നെ நீ எதுக்கு பின்னால போயிட்டு இருக்க அப்படின்னா கழுதைக்கு பின்னால போயிட்டு നീ இருக்க. ഇപ്പൊ എന്തിന്റെ പുറകെയാണ് പോകുന്നത്? കഴുതയ്ക്ക് പുറകെ. வேண்டாம். അത് വേണ്ട. அருமையானவர்களே, പ്രിയമുള്ളവരെ, தேவன் இதெல்லாம் வைத்து வைத்திருக்கிறார் சவுலுக்கு. ശൗലിന് ദൈവം ഇതൊക്കെ നൽകിയിട്ടുണ്ട്. எஸ், கிங்டம் இருக்கு, രാജ്യമുണ്ട്, அபிஷேகம் இருக்கு. അഭിഷേകമുണ്ട്. எஸ், பின்னால வாசிக்கிறோம். ஃபர்ஸ்ட் சாப்டர் 10ல் நான் வாசிக்கிறோம். அதெல்லாம் നാം തുടർന്ന് 1 ശമൂവേൽ 10-ാം അധ്യായത്തിൽ നാം ആ കാര്യങ്ങളൊക്കെ വായിക്കുന്നുണ്ട്. தேவன் அவனோடு கூட சாமுவேலோடு கூட உண்டான ஒரு மேஜை தேவன் ஆயத்தப்படுத்தி வைத்திருந்தார். ശമൂവേലിനോട് കൂടെ ദൈവം അവന് ഒരു മേശ ഒരുക്കിയിരുന്നു. அருமையானவர்களே, நாம் முதலாவது அவருடைய ராஜ்யத்தையும் அவருடைய நீதியை நாம் தேடுவோம். പ്രിയമുള്ളവരെ, നാം ആദ്യം ദൈവത്തിന്റെ രാജ്യവും നീതിയും നമുക്ക് അന്വേഷിക്കാം. இதெல்லாம் நம்முடைய மடியில் போடப்படும். இதெல்லாம் நம்முடைய மடியில் போடப்படும். അങ്ങനെ നാം ദൈവത്തിന്റെ രാജ്യവും നീതിയും മുന്നമേ നാം അന്വേഷിക്കുന്നുവെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മുടെ മടിയിൽ വന്ന് വീണുകൊള്ളും. தேவனே மடியில் போடுவார். ദൈവം നമ്മുടെ മടിയിലേക്ക് അവയെ കൊണ്ടിട്ട് തരും. நாம் மாத்திரம் தேவனுடைய ராஜ்யத்தையும் நீதியும் தேடினா போதும். നാം മാത്രം ദൈവത്തിന്റെ രാജ്യവും നീതിയും தேவன் எல்லாவற்றையும் கர்த்தர் பொறுப்படுத்திக் கொள்வார். ദൈവം എല്ലാറ്റിന്റെയും ഉത്തരവാദിത്വം എടുത്തുകൊള്ളും. அருமையானவர்களே, പ്രിയമുള്ളവരെ, இந்த உலகத்துக்கு எடுத்த காரியங்களுக்காக நாம் என்ன செய்ய வேண்டாம், நாம் கவலைப்பட வேண்டாம். പ്രിയമുള്ളവരെ, ഈ ലോകത്തിലെ കാര്യങ്ങൾക്കായിട്ട് നാം വിചാരപ്പെടരുത്. நாளைய தினத்தை குறித்து நாம் கவலைப்பட வேண்டாம். നാളത്തെ ദിവസത്തെക്കുറിച്ച് നാം വിചാരപ്പെടേണ്ട. இயேசுவை நடத்தினவர் என்னை நடத்துவார். യേശുവിനെ പോറ്റിയ ദൈവം എന്നെയും പോറ്റും. குமாரனை நடத்தினவர், குமாரனை போஷித்தவர் என்னையும் போஷிப்பார். പുത്രനെ നടത്തിയവൻ, പുത്രനെ പോറ്റിയവൻ എന്നെയും നടത്തും, എന്നെയും പോറ്റും. அவர் எப்படி அவர் அன்பு கூர்ந்தாரோ அதே அளவுக்கு குமாரனை போலவே என்னையும் அவர் இயேசு அன்பு கூறுகிறார். പുത്രനെ എത്രത്തോളം ദൈവം സ്നേഹിച്ചുവോ അതുപോലെ എന്നെയും സ്നേഹിക്കുന്നു. இயேசு இந்த பூமியில் கவலை இல்லாம இருந்தார். യേശു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ആകുലമില്ലാതെ ജീവിച്ചു, பயம் இல்லாம இருந்தார். ഭയമില്ലാതെ ജീവിച്ചു. என்ன ஒரு மகிமையான ஒரு வாழ்க்கை. അതെത്ര അനുഗ്രഹിക്കപ്പെട്ട அவருடைய அந்த திவ்ய சுவாபத்தில் நீ நாங்களும் பங்கு பெறணும் பிரியமானவர்களே. ആ അവന്റെ ദിവ്യ സ്വഭാവത്തിന് ഞാനും നീയും പങ്കാളികളാകണം പ്രിയമുള്ളവരെ. என்ன, இயேசுவினிடத்தில் பயம் இல்லை, இயேசுவினிடத்தில் கவலை இல்லை. എന്താണ്? യേശുവിന്റെ ജീവിതത്തിൽ ഭയമില്ല, യേശുവിന്റെ ജീവിതത്തിൽ വിചാരവും ആകുലവുമില്ല. ஓகே, ஜீசஸ்னுடைய லைஃப்ல இருந்து ஒரு 3 காரியங்களை காண்பிக்கிறேன். ഞാൻ യേശുവിന്റെ ജീവിതത്തിൽ നിന്ന് 3 കാര്യങ്ങൾ. தேவன் எப்படி God of provision-ஆக இருந்தார், யெகோவா ஈரேவாக இருந்தார். ദൈവം എങ്ങനെയാണ് യഹോവ ഈരയായിട്ട് തങ്ങളുടെ ആവശ്യങ്ങൾക്കെല്ലാം മതിയായവനായിട്ട് ഇരുന്നത് എന്ന് നമുക്ക് നോക്കാം. മാത്യു ചാപ്റ്റർ 2ல വാസിக்கிறோம். മത്തായി 2-ാം അധ്യായത്തിൽ നമുക്ക് നോക്കാം. പ്രൊട്ടക്ടർ ആൻഡ് പ്രൊവൈഡർ. ഗോഡ് അവർക്ക് എന്നവാ இருந்தார்னா പ്രൊട്ടക്ടർ ആൻഡ് പ്രൊവൈഡർ. അവിടെ നാം കാണുന്നു, തൻ്റെ സംരക്ഷകനും തന്നെ പോറ്റുന്നവനും പരിപാലിക്കുന്നവനുമാണ് ദൈവം എന്ന് നമുക്ക് അവിടെ കാണാം. ഹെരോദ്, കിങ് ഹെരോദ് அந்த குழந்தையாகிய அந்த இயேசுவை, அந்த குழந்தையை கொல்றதுக்கு பிளான் பண்ணிட்டான், சதி பண்ணிட்டான். ഇതാ ഹെരോദ രാജാവ് ശിശുവായിരുന്ന യേശുവിനെ കൊല്ലുവാനായിട്ട് പദ്ധതിയിടുന്നു. இப்ப ஜோசப்ட்ட ஆண்டவர் தூதன் தோன்றி ஈஜிப்ட் குழந்தையை எடுத்துட்டு போக சொல்றார். അപ്പോൾ യോസഫിന്റെ ഹൃദയത്തിൽ ദൂതൻ സംസാരിച്ച് ഈജിപ്തിലേക്ക് കുഞ്ഞിനെയും എടുത്തുകൊണ്ട് പോകുവാനായിട്ട് പറയുന്നു. அதற்கு முன்னதாக ஒரு சம்பவத்தை நாம் பைபிள்ல வாசிக்கிறோம் பாருங்க. നാം വേദപുസ്തകത്തിൽ അതിനു മുമ്പ് നടന്ന ഒരു കാര്യം നാം വായിക്കുന്നു. ഹെരോദ്, കിങ് ഹെരോദ് പ്ലോട്ട് பண்ணிட்டு இருக்கான். ഇതാ ഹെരോദ രാജാവ് പല കാര്യങ്ങൾ പദ്ധതിയിടുകയാണ്. എല്ലാ ശാസ്ത്രികൾ വന്നു പോണത് കാലം എല്ലാവற்றையும் അവൻ പ്ലോട്ട് பண்ணிட்டு இருக்கான். இப்ப ശാസ്ത്രികൾ എപ്പോഴാണ് വന്നത്, അവരെപ്പോഴാണ് പോയത്, ഈ കാര്യങ്ങളൊക്കെ നോക്കി അവൻ പദ്ധതിയിടുകയാണ്. ഓക്കെ, ഗോഡ് ഒരു ഗോഡ് ഓഫ് പ്രൊവിഷൻ பாருங்களேன். ദൈവം അവൻ വഴികളെ ഒരുക്കുന്ന ഒരു ദൈവമാണ്. നിങ്ങൾ നോക്കുക, நான் வேர்ஸ் வாசிக்கிறோம். வேர்ஸ் 2ல இருந்து சாப்டர் 2 வேர்ஸ் 1, കിഴക്കിലിருந்து ശാസ്ത്രികൾ ജെറുസലേമിലേക്ക് വന്നാണെന്ന് വാസിக்கிறோம். അവിടെ നാം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ നാം വായിക്കുന്നു. അവിടെ കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിൽ എത്തി. ഓക്കെ, വേഴ്സ് 11ல വാസിக்கிறோம். 11-ാമത്തെ വാക്യം, அந்த குழந்தையை அவர்கள் பணிந்து கொண்டார்கள் வாசிக்கிறோம். അവർ ശിശുവിനെ വീണ് നമസ്കരിച്ചു എന്ന് നാം 11-ാം അധ്യായത്തിൽ വായിക്കുന്നു. அவர்கள் என்ன காணிக்கையாக வைத்தார்கள்?
അവർക്ക് എന്താണ് നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് എന്താണ് വെച്ചത്? தங்களுடைய பொக்கிஷங்களை திறந்தார்கள். അവൻ നിക്ഷേപ പാത്രങ്ങളെ തുറന്നു, பொன்னை தூபவர்க்கத்தை வெள்ளை போளத்தை அதற்கு காணிக்கையாக வைத்தார்கள். പൊന്നും കുന്തിരുക്കവും മൂരും കാഴ്ചവെച്ചു എന്ന് നാം വായിക്കുന്നു. ஓ பிரைஸ் தி லார்ட். ദൈവത്തിന് സ്തോത്രം. இப்ப அவர்கள் போயிட்டாங்க. இப்ப திரும்பி verse 13 അവര് തിരിച്ചുപോയി. 13-ാമത്തെ വാക്യം, அவர்கள் போன பின்பு கர்த்தருடைய தூதன் சொப்பனத்தில் தோன்றினான். ഇത് അവർ പോയ ശേഷം കർത്താവിന്റെ ദൂതൻ ജോസഫിന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ஓகே, இப்ப குழந்தையை தூக்கிட்டு எங்க போ அப்படினு எகிப்து போங்கறார். അതിനെ തുടർന്ന് അവനോട് പറയുന്നു, നീ എഴുന്നേറ്റ ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് മിസ്രയീമിലേക്ക് ഓടിപ്പോ. ஓகே, ஜோசப், மேரி, சைல்ட் ஜீசஸ் இப்ப குழந்தையை தூக்கிட்டு ஈஜிப்துக்கு போறாங்க. ജോസഫും മറിയയും ശിശുവായ യേശുവിനെയും കൂട്ടി ഇതാ മിസ്രയീമിലേക്ക് ഓടിപ്പോകുന്നു. கையில அவங்களுக்கு ஒரு ப்ரொவிஷன் இருந்ததான்னு கேட்டா ஒரு ப்ரொவிஷன் கையில இருந்தது அவங்களுக்கு. അവർക്ക് ദൈവം അവർക്ക് വേണ്ടി ഒരു വഴി ഒരുക്കിയിരുന്നു. என்ன ப்ரொவிஷன்? അവർക്ക് ദൈവം തുറന്ന ആ ഒരു വഴി എന്താണ്? பொன், தூபவர்க்கம், வெள்ளைப்போளம். അവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരുന്ന അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് ദൈവം കൊടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? പൊന്നും കുന്തിരുക്കവും മൂരും. இதை எங்கேருந்து கொண்டு வர்றாங்க அப்படின்னா கிழக்கிலிருந்து சாஸ்திரிகள் கொண்டு வர்றாங்க. ഈ പൊന്നും കുന്തിരുക്കവും മൂരും എവിടെ നിന്നാണ് ഇവർക്ക് കിട്ടിയത്? കിഴക്ക് നിന്ന് ഈ വിദ്വാൻമാർ കൊണ്ടുവന്നതാണ്. ഓ പ്രൈസ് ലോർഡ്. ശാസ്ത്രി கீழே இங்கே உள்ளதான ஹை பிரிஸ்ட் அல்லது சாஸ்திரிகள், ஜெருசலேமில் உள்ளதான சாஸ்திரிகள் அவளை வர்ஷிப் பண்ண தெரியல. യെരുശലേമിലുള്ള ശാസ്ത്രിമാർക്ക് യേശുവിനെ നമസ്കരിക്കുവാൻ അറിയില്ലായിരുന്നു. தேவன் எங்கேருந்து கொண்டு வந்தார் அப்படின்னா கிழக்கிலிருந்து சாஸ்திரிகளை கொண்டு வந்தார். എന്നാൽ ദൈവം കിഴക്ക് നിന്നാണ് ശാസ്ത്രിമാരെ കൊണ്ടുവന്നത്. அவர்கள் காணிக்க வைக்கல. അവര് ഇവിടെയുള്ള ആളുകൾ യേശുവിന് ഒരു നിക്ഷേപവും യേശുവിനൊന്നും കൊടുത്തില്ല. கிழக்கிலிருந்து ஜனங்கள் வந்து காணிக்க வைத்தார்கள். ഇതാ കിഴക്ക് നിന്ന് വിദ്വാൻമാർ വന്ന്, ശാസ്ത്രിമാർ വന്ന് അവനെ കാഴ്ചവെക്കുന്നു. Now they moved to Egypt. ഇപ്പോൾ അവർ ഈജിപ്തിലേക്ക് പോയി. எப்படிதான் God இது மாதிரி ப்ரொவிஷன்ஸ்லாம் செய்வாருங்கிறதுலாம் நமக்கு தெரியாது. ദൈവം എങ്ങനെയാണ് നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് നമുക്കറിയില്ല. God of provision, அவருக்கு தெரியும் எல்லாமே. எப்படி நமக்கு ப்ரொவிஷன் கொடுக்கணுங்கிறது அவருக்கு தெரியும். അവൻ നമ്മെ പരിപാലിക്കുന്ന, നമ്മെ പോറ്റുന്ന ദൈവമാണ്. എങ്ങനെയാണ് നമ്മെ പോറ്റേണ്ടത് എന്ന് ദൈവത്തിന് അറിയാം. അരുമയാനവர்களே, நாம் பயப்படக்கூடாது, நாம் கவலைப்படக்கூடாது. പ്രിയമുള്ളവരെ, നാം ഭയപ്പെടരുത്, നാം ഭാരപ്പെടരുത്. ലൂക്ക് ചാപ്റ്റർ 8 നാം വാസിக்கிறோம். இன்னொரு പ്രൊവിഷൻ ജീസസ്ക്ക്. ലൂക്കോസ് 8-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. ലൂക്ക് ചാപ്റ്റർ 8 വാസിக்கிறோம். ലൂക്കോസ് 8-ാം അധ്യായം ദൈവം അവിടെ യേശുവിന് കൊടുക്കുന്ന വേഴ്സ് 3 വാസിக்கிறோம். അവിടെ 3-ാമത്തെ വാക്യം, യെരോദാവിന്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ യോഹന്നെയും ശൂശനെയും തങ്ങളുടെ വസ്തുവക കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോന്ന മറ്റു പല സ്ത്രീകളും ഉണ്ടായിരുന്നു. இப்படி ஒரு ப்ரொவிஷனை தேவன் வைத்திருந்தார். ദൈവം ഇങ്ങനെയുള്ള ഒരു ഉദവിയും യേശുവിന് വെച്ചിരുന്നു. அது அவர்கள் எல்லாரும் சிஸ்டர்ஸா இருந்தாங்கல்ல, സ്ത്രീകളാ இருந்தார்கள். விமன் ഇവരെല്ലാം സ്ത്രീകളാണ്. ഇവിടെ പറയപ്പെട്ട ആളുകളെല്ലാം. நான் நினைக்கிறேன் we'll come back. അതെ, John chapter 4. നമുക്ക് ഇവിടേക്ക് തിരിച്ചു വരാം. നമുക്ക് യോഹന്നാൻ 4-ാം അധ്യായം നമുക്ക് നോക്കാം. தேவன் எப்படி எல்லாம் ஒரு ப்ரொவிஷனை பண்ணி வச்சிருந்தார் பாருங்க. ദൈവം എങ്ങനെയാണ് യേശുവിനായിട്ട് ഒരു ഉദവി വച്ചിരുന്നത് എന്ന് നോക്കുക. വേഴ്സ് 46 വാസിக்கிறோம். 4-ാം അധ്യായത്തിന്റെ 46-ാമത്തെ John chapter 4 verse 46 னுடைய லேட்டர் பார்ட். கப்பர்நகூமிலே ராஜாவின் மனுஷரில் ஒருவனுடைய குமாரன் വ്യാധിയായിരുந்தான். ഇവിടെ അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 46-ാം വാക്യത്തിൽ വായിക്കുന്നു, അവിടെ മകൻ രോഗിയായിരുന്ന ഒരു രാജഭൃത്യൻ കഫർനഹൂമിൽ ഉണ്ടായിരുന്നു. അവനുடைய കുമാരൻ വ്യാധിയായിരുந்தான். ഇവിടെ കഫർനഹൂമിലുള്ള ഈ രാജഭൃത്യന്റെ മകൻ രോഗിയായിരുന്നു. ഓക്കേ, ജീസസ് അവനെ ഹീൽ பண்ணார். ഈ രാജഭൃത്യനെ, എൻ്റെ മകനെ യേശു സഹായിച്ചു. നാം ഇങ്ങ മറുപടി വാസിக்கிறோம். വേഴ്സ് 53 വാസിக்கிறோം. നാം 53-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവന് ഭേദം വന്ന നാഴിക അവരോട് ചോദിച്ചതിൽ അവർ അവനോട് ഇന്നലെ 7 മണിക്ക് പനി വിട്ടുമാറി എന്ന് പറഞ്ഞു. അവനും അവൻ വീട്ടാർ അനേവരും വിശ്വാസിത്താர்கள் വാസിக்கிறோம். അവിടെ 53-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, താനും കുടുംബവും ഒക്കെയും വിശ്വസിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. அந்த ராஜாவினுடைய மனுஷன் பேர் இங்க என்னன்னு சொல்லப்படல. ഇവിടെ ഈ രാജഭൃത്യന്റെ പേര് എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. அது என்னவா இருக்கலாம் அப்படின்னா, இட்ஸ் மை என்னுடைய വ്യൂ. എൻ്റെ ഒരു ചിന്ത ഇങ്ങനെയാണ്, ആ രാജഭൃത്യന്റെ പേര് ഇങ്ങനെയായിരിക്കാം. ലൂക്ക് ചാപ്റ്റർ 8 நாம் 3 വേഴ്സ് വാസിக்கிறோம்.
ലൂക്കോസ് 8:3 നാം വായിക്കുന്നു, ഏരോദിൻ കാര്യക്കാരനായ കൂസാവ കൊടുക്കലാ. ഇത് ഒരുപക്ഷെ ഹെരോദാവിന്റെ കാര്യവിചാരകനായ കൂസ ആയിരിക്കാം. Oh, praise the Lord. God's ways are amazing. God's ways are amazing. ദൈവത്തിന്റെ വഴികൾ അത്ഭുതകരമാണ്. அதாவது பின்னாட்களில் தன்னுடைய குமாரனுக்கு ஒரு ப்ரொவிஷன் கிடைக்கிறதுக்கு, പിന്നീട് തൻ്റെ പുത്രന് ഒരു ഉദവി ലഭിക്കേണ്ടതിന് இங்கே ஏரோதனுடைய அந்த அந்த மேனேஜராக இருக்கலாம், அவனுடைய பர்சனல் பிஏவாக இருக்கலாம், ഹെരോദ അവൻ്റെ ഒരു காரியக்காரன், അവിടെ വീട്ടിലെ ഒരു വേലക്കാരൻ, ഒരു വീട്ടിലെ ഒരു ഉത്തരവാദിത്തമുള്ള വ്യക്തി. ஜான் சொல்லும் பொழுது அவன் ராஜாவினுடைய வீட்டார், ராஜ வீட்டாரில் உள்ள ஒரு மனுஷன், பிரசித்தி பெற்ற ஒரு மனுஷன். അവിടെ കാര്യവിചാരകൻ, ഒരു രാജഭൃത്യൻ എന്നാണ് യോഹന്നാനിൽ പറയുന്നത്. ഇവിടെ കാര്യവിചാരകൻ എന്ന് പറയുന്നു. அப்ப அவனுடைய ஃபேமிலியில் நடந்த அந்த மிரக்லஸ் ஒரு ஹீலிங் குறித்து காரியங்கள் கேள்விப்பட்டு ராஜ அரண்மனையிலேயே சிலர் இயேசுவின் இடத்தில் விசுவாசம் வைத்தார்கள். തൻ്റെ ഭവനത്തിൽ സംഭവിച്ച ഈ ഒരു അത്ഭുതം അത് കണ്ട് ആ അരമനയിലുള്ള പലരും വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. நிச்சயமா ஏரோதனுடைய காரியக்காரனாகிய கூசா என்ன சொல்லியிருப்பான் அப்படின்னா, തീർച്ചയായിട്ടും ഹെരോദാവിൻ്റെ കാര്യക്കാരനായ ഈ കാര്യവിചാരകനായ കൂസ പറഞ്ഞിട്ടുണ്ടാവും, நான் ஜீசஸ்க்கு அவருக்கும் அவருடைய அப்போஸ்டல்ஸ்க்கும் ஃபினான்ஷியலாக நான் சப்போர்ட் பண்ணணுன்ட்டு நான் விரும்புகிறேன் அப்படின்னு மனைவி சொல்லியிருந்திருப்பாள். അപ്പോൾ ഈ കൂസയുടെ ഭാര്യ പറഞ്ഞിട്ടുണ്ടാവും, ഈ യേശുവിനും അവൻ്റെ ശിഷ്യന്മാർക്കും നമുക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ട് സഹായിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, കൂസ என்ன சொல்லியிருப்பானோ, ഓക്കെ ഡു ഇറ്റ്. ഉടനെ കൂസ പറഞ്ഞിട്ടുണ്ടാവും, തീർച്ചയായിട്ടും നീ ചെയ്യ്, സപ്പോർട്ട് ഹിം, നീ അത് യേശുവിന് സഹായിക്കുക. யாருடைய பர்மிஷனோட? ஹஸ்பண்டோட பர்மிஷனோட, ഭർത്താവിൻ്റെ സമ്മതത്തോടെ. യെസ്, പുരുഷനുடைய സമ്മതം ഇല്ലാമ ജീസസ് ഒരു കാലം വാങ്ങിയിരിக்க മാட்டார். ഭർത്താവിന്റെ സമ്മതമില്ലാതെ യേശു ഒരിക്കലും സ്ത്രീകളിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടാവുകയില്ല. നാം ഇങ്ങ് മറുപടിയും ലൂക്ക് 8:3 നാം വരുவோம். ലൂക്കോസ് 8:3 നമുക്ക് തിരികെ വരാം. அல்லது தங்கள் ஆஸ்திகளால் அவருக்கு ஊழியம் செய்து கொண்டு வந்த അനേക സ്ത്രീകൾ அப்படின்னு വാസിக்கிறோம். അവിടെ നാം വായിക്കുന്നത് വസ്തുവക കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോകുന്ന മറ്റ് പല സ്ത്രീകളും എന്നവിടെ വായിക്കുന്നു. അപ്പോൾ വാട്ട് അബൌട്ട് their husbands consent? അപ്പോൾ ഈ സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാർ അവരെ സമ്മതിച്ചോ? യെസ്, നിശ്ചയമാ. തീർച്ചയായിട്ടും அந்த புருஷனுடைய கன்சென்ட் இல்லாம ஜீசஸ் என்ன செய்ய மாட்டாரு? பணம் வாங்க மாட்டார். ഭർത്താവിന്റെ സമ്മതമില്ലാതെ യേശു ഭാര്യമാരോട് പണം വാങ്ങുകയില്ല. യെസ്, നമുക്കും അത് ഒരു പാഠം, ജീസസ് നാം കത്തുകൊള്ള വേണ്ടിയ ഒരു പാഠം, യേശുവിൽ നിന്ന് നാമും പഠിക്കേണ്ട ഒരു പാഠമാണ്. சில புருஷர்கள் சில பேர் என்ன செய்ய மாட்டாங்கன்னா, தங்களுடைய மனைவியினுடைய காரியங்களுக்கு ஒருபோதும் அனுமதிக்க மாட்டாங்க. ചില ഭർത്താക്കന്മാർ ഈ രീതിയിൽ എന്തെങ്കിലും സാമ്പത്തിക സഹായം ചെയ്യണമെന്ന് പറയുമ്പോൾ ഭാര്യമാർ പറയുമ്പോൾ അവരെ സമ്മതിക്കില്ല. அதை നാം എൻകറേജ് பண்ணவும் കൂടാது. അങ്ങനെ സമ്മതിക്കാത്ത ആളുകളിൽ നിന്ന് നാം വാങ്ങുന്നത് നാം പ്രോത്സാഹിപ്പിക്കരുത്. ജീസസ് தான் நமக்கு எக்ஸாம்பிளா இருக்கிறார். യേശുവാണ് നമുക്ക് മാതൃക. வித் their husbands support, அவர்களோடு அதுதான் அவர்கள் ஜீசஸ் சப்போர்ட் பண்ணாங்க. ഭർത്താവിന്റെ സമ്മതമുണ്ടെങ്കിൽ മാത്രമാണ് യേശു അതിനെ പ്രോത്സാഹിപ്പിച്ചത്. ഓക്കെ, ഇതെല്ലാം ജീസസ്ക്ക് പിതാ ഏർപ്പെടുത്തി വയ്ക്കുന്നതാണ് പ്രൊവിഷൻ. ഇതെല്ലാം ദൈവം യേശുവിന് വേണ്ടി ഒരുക്കിയിരുന്ന പലതരത്തിലുള്ള ഉദവികളാണ്. ഓക്കെ, മാത്യു ചാപ്റ്റർ 17 വാസിக்கிறோம். one more provision. മത്തായി 17 നോക്കുക. பைபிள்ல இப்படி இருக்கிறதே நமக்கு இவ்வளவுதான் இருக்கு. எவ்வளவு காரியங்கள் இருக்கும், numerous ways. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. മറ്റെത്രയധികം കാര്യങ്ങൾ ഈ രീതിയിൽ ദൈവം യേശുവിനെ പോറ്റിയത്, യേശുവിനായിട്ട് ഉദവി ചെയ്തത് കാര്യങ്ങൾ ഉണ്ടാവും. God of provision. അവിടുന്ന് God of provision. ഓക്കെ, നാം இப்போ ஜீசஸ்க்கு டாக்ஸ் கட்டுறதுக்கு கையில் பணம் இல்லை. ഇപ്പോൾ ഇതാ യേശുവിന് ടാക്സ് അടയ്ക്കാനായിട്ട് പണം തൻ്റെ കയ്യിലില്ല. தேவன் எங்க பணத்தை ஆயத்தப்படுத்தி வச்சிருந்தாருன்னு ஒரு மீனுடைய வாயில வச்சிருந்தார். ഇപ്പോൾ ദൈവം ഒരു മീനിന്റെ വായിൽ യേശുവിന് ആവശ്യമായിട്ടുള്ള പണം മീനിന്റെ വായിലുണ്ടായിരുന്നു. கையில பணம் இல்லை, കയ്യിൽ പണമില്ല. டாக்ஸ் கட்டுறதுக்கு பணம் இல்லை, ടാക്സ് അടയ്ക്കാനായിട്ടുള്ള പണം കയ്യിലില്ല. சில சூழ்நிலையில் நமக்கு நிறைய அத்தியாவசியமான சில காரியங்களை செய்யறதுக்கு நம்ம கையில பணம் இல்லாம இருப்போம். ചില സാഹചര്യത്തിൽ അത്യാവശ്യമായ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പക്ഷേ അതിനായിട്ട് കയ്യിൽ പണമില്ല. இப்போ ஜீசஸ் அதுக்காக கவலைப்படல. യേശു അതിനായിട്ട് വിചാരപ്പെട്ടില്ല. பிதாவை தான் நோக்கி பார்த்தார். അതിനായിട്ട് പിതാവിനെ നോക്കിക്കൊണ്ടിരുന്നു. பிதாவே, நான் இந்த சூழ்நிலையில் நான் என்ன செய்யறது? இப்ப പിതാവേ, ഞാൻ ഈ സാഹചര്യത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? God of provision. അവിടുന്ന് എനിക്ക് എൻ്റെ സഹായകനാണ്, എന്നെ പോറ്റുന്നവനാണ്, പുലർത്തുന്നവനാണ്. அவருடைய சகாயம் எங்க இருந்து கிடைச்சது அப்படின்னா, ஒரு மீன்ல ஒரு provision தேவன் வச்சிருந்தார். അവിടെ ഇതാ ഒരു മീനിന്റെ വായിൽ അവന് വേണ്ടിയുള്ള ആ ഉദവി ദൈവം വെച്ചിട്ടുണ്ടായിരുന്നു. യെസ്, ജീസസ് ടാക്സ് കട്ടിനാർ. അത് ഉപയോഗിച്ച് യേശു ടാക്സ് കെട്ടി. യേശു നീതിയെ വിരുമ്പിനാർ. യേശു നീതിയെ സ്നേഹിച്ചു. അരുമയാனவர்களே, നാം നീതിയെ വിരുമ്പുகிறவர்களாய் இருப்போம். ജീസസിൽ നിന്ന് നാം കற்றுകൊള്ളുவோம். പ്രിയമുള്ളവരെ, നാം യേശുവിൽ നിന്ന് പഠിക്കേണ്ട പാഠമാണ് ഇത്.
അവൻ നീതിയെ സ്നേഹിച്ചു. இந்த கான்டெக்ஸ்ட்ல ஜீசஸ் அந்த டிராக்மா டாக்ஸ் கட்ட வேண்டிய அவசியம் கிடையாது. அந்த டெம்பிள் டாக்ஸ் கட்ட வேண்டிய அவசியம் இல்ல. ഈ സാഹചര്യത്തിൽ യേശു അവിടെ ആ ദേവാലയത്തിന്റെ ടാക്സ് കെട്ടേണ്ട ആവശ്യമില്ല. ஆனாலும் டாக்ஸ் கட்டினார். എന്നാലും യേശു ആ ടാക്സ് കെട്ടി. ஏன் அப்படி? நீதியை விரும்பினார். അവൻ നീതിയെ സ്നേഹിച്ചു. தேவன் அவரை ஆனந்த தைலத்தினால் அவரை அபிஷேகித்தார். ദൈവം അവനെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. சோ பிரியமானவர்களே, நம்மளுடைய எவ்வளவு இந்த உலகத்துக்கு அடுத்த காரியங்கள் எந்த சூழ்நிலையில இருந்தாலும் சரி, நம்மளுடைய தேவைகளில் நாம் இருக்கும் பொழுது, പ്രിയമുള്ളവരെ, ഈ ലോകത്തിലെ എന്ത് തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിലും നമ്മുടെ ആവശ്യങ്ങളിൽ നാം ആയിരിക്കുന്ന സമയത്ത് நாம் ஒன்றுக்கும் நாம் கவலைப்பட வேண்டாம். നാം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. தேவன் எல்லாவற்றையும் பார்த்து கொள்வார். ദൈവം എല്ലാത്തിനെയും നോക്കിക്കൊള്ളും. நாம் மாத்திரம் அவருடைய நீதியையும் அவருடைய ராஜ்யத்தையும் நான் தேடுவேனானால், നാം ദൈവത്തിന്റെ നീതിയും രാജ്യവും അന്വേഷിക്കുന്നുവെങ്കിൽ கிழக்கிலிருந்து ஒரு சாஸ்திரிகளை கொண்டு வர முடியும். ദൈവത്തിന് കിഴക്ക് നിന്ന് ശാസ്ത്രിയെ കൊണ്ടുവരാനായിട്ട് കഴിയും. ஒரு மீனுடைய வாயில தேவன் ஒரு ப்ரொவிஷன் வைக்க முடியும். ഒരു മീനിന്റെ വായിൽ നിനക്ക് വേണ്ടിയുള്ള സഹായം ദൈവത്തിന് നൽകുവാനായിട്ട് കഴിയും. ராஜாவுடைய அரண்மனையிலிருந்தே ஹெல்ப் வர முடியும். രാജാവിന്റെ അരമനയിൽ നിന്ന് നിനക്ക് സഹായം ലഭിക്കുവാനായിട്ട് കഴിയും. Yes, God can do anything. ദൈവത്തിന് എന്തും ചെയ്യുവാനായിട്ട് കഴിയും. அவரால் எல்லாம் கூடும். എല്ലാം അവന് സാധ്യമാണ്. நாம் இந்த பிரசன்ட் லைஃப்னுடைய ஒரிஸ்னால் நம்முடைய இருதயம் மாத்திரம் கீழே போயிடக்கூடாது. ഈ ലോകത്തിലെ കാര്യങ്ങളെക്കുറിച്ച് ഭാരപ്പെട്ട് ആകുലപ്പെട്ട് നമ്മുടെ ഹൃദയം താഴേക്ക് പോകരുത്. Philippians chapter 4. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായം. நல்ல ஒரு அருமையான வார்த்தை பால் சொல்றார். വളരെ മനോഹരമായ ഒരു വാക്യം പൗലോസ് പറയുന്നു. Philippians chapter 4 verse 6. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. ஓகே, நீங்கள் ஒன்றுக்கு கவலைப்படாதீர்கள் ஆண்டு பால் சொல்றார். ഇവിടെ പൗലോസ് പറയുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ஓகே, மேலே verse 5ல அந்த லாஸ்ட் அந்த லேட்டர் பார்ட்ல அப்படின்னா கர்த்தர் சமீபமா இருக்கிறார் அப்படின்றது. 5-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗത്ത് നിങ്ങൾ നോക്കുക, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. இப்போ ரெண்டுத்தையும் சேர்த்து வாசிச்சா நல்லா இருக்கும். ഇത് രണ്ടും കൂടെ നമുക്ക് ചേർത്ത് ഒന്ന് വായിച്ചാലോ? என்னுடைய நாங்கள் ஒரு டெக்ஸ்ட் ஒன்று இப்படி போட்டிருக்கோம் எங்களுடைய நான் இருக்கிற இடத்துல, கர்த்தர் சமீபமாக இருக்கிறார், நீங்கள் ஒன்றுக்கு கவலைப்படாதீர்கள் அப்படின்னு 5-6 சேர்த்து ஒரு டெக்ஸ்ட் மாதிரி. ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് ഞാൻ ഈ 5-ാം വാക്യം 6-ാം വാക്യം കൂടെ ചേർത്ത് അവിടെ ഒരു ടെക്സ്റ്റ് ഇങ്ങനെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്, ഒന്നിനെക്കുറിച്ച് കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഓക്കെ, நாம் இந்த வசனத்தை எல்லாரும் சேர்ந்து சொல்லுவோமா? ഇത് നമുക്ക് 5ல் உள்ளது லேட்டர் பார்ட், 6ல் உள்ள ஃப்ரண்ட் பார்ட் எல்லாம் சேர்த்து ஒரே வசனமா. അതെ, നിങ്ങൾ 5-ാം വാക്യത്തിന്റെ അവസാന ഭാഗവും 6-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗവും അത് നമുക്ക് ഒന്നിച്ച് നമുക്ക് ആ 2 വാക്യങ്ങളും കൂടെ ചേർത്ത് പറഞ്ഞാലോ? നമുക്ക് പറയാം. ഓക്കെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. നമുക്ക് ചേർന്ന് പറയാം. ഞാൻ പറയുന്നതിനോടൊപ്പം നിങ്ങളും പറഞ്ഞാട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഒരു പ്രാവശ്യം കൂടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. യെസ്, അരുമയാണല്ലോ. இந்த வார்த்தை அதிகமாக நான் உள்ள தியானிப்போம். இந்த வார்த்தை നമുക്ക് വളരെ കൂടുതലായിട്ട് ഈ വാക്യം നമുക്ക് ധ്യാനിക്കാം. கர்த்தர் என்னோடு கூட இருக்கிறார். കർത്താവ് എന്നോടൊപ്പമുണ്ട്. நான் ஒண்ணுக்கு கவலைப்பட வேண்டியதில்லை. ഞാൻ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ടതില്ല. യെസ്, he is very near to me. അവൻ എൻ്റെ അടുത്ത് വളരെ അടുത്തുണ്ട്. நான் ஒன்றுக்கு நான் கவலைப்பட வேண்டிய அவசியம். ഞാൻ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട ആവശ്യമില്ല. ഓക്കെ, ഒരു വാർത്ത കാണിപ്പിക്കും. മാർക്ക് ചാപ്റ്റർ 4. ഞാൻ മറ്റൊരു വാക്യം കാണിക്കാം. മർക്കോസ് 4-ാം അധ്യായം. മാർക്ക് ചാപ്റ്റർ 4. മർക്കോസ് 4-ാം അധ്യായം. ഓക്കെ, இப்போ വേഴ്സ് 37 38ல வாசிக்கிறோம். 37 38 39 37 38 39. எல்லாரும் இந்த வேர்சஸை பார்ப்போமே. നിങ്ങളെല്ലാവരും ഈ വാക്യം ശ്രദ്ധിക്കണം. நாம் எதை வைத்து நாம் தியானிக்கிறோம் அப்படின்னா, கர்த்தர் சமீபமாக இருக்கிறார், நீங்கள் ஒன்றுக்கும் கவலைப்படாதீர்கள். കർത്താവ് സമീപമായിരിക്കുന്നു, അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട എന്ന കാര്യത്തെക്കുറിച്ചാണ് നാം ധ്യാനിക്കുന്നത്. ഓക്കെ, മാർക്ക് 4. മർക്കോസ് 4:36 മുതൽ. അവർ പുരുഷാരത്തെ വിട്ടു താൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റ് ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റ് ഉണ്ടായി. പടകിൽ തിര തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലയിണ വെച്ച് ഉറങ്ങുകയായിരുന്നു.
അവർ അവനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. அங்க மார்த்தா கேட்டது போலதான். ഇതായത് മാർത്ത ചോദിച്ചതുപോലെ ഇവരും ചോദിക്കുന്നു. இப்ப யார்ட்ட மறுபடி பீட்டர் இப்ப கேட்கிறார், நாங்க சாவறது உங்களுக்கு கவலை இல்லையா அப்படின்னு. ഇപ്പോൾ പത്രോസ് ചോദിക്കുകയാണ്, കർത്താവേ, ഞങ്ങള് മരിക്കാൻ പോകുന്നു, അതിനെക്കുറിച്ച് അങ്ങേക്ക് വിചാരമില്ലേ? ഓക്കെ, കീഴെ വാസിക്കണം. തുടർന്ന് വായിക്കുന്നു, അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്നു, വലിയ ശാന്തത ഉണ്ടായി. ഓക്കെ, അപ്പോൾ നാം இந்த கான்டெக்ஸ்ட்ல നാം என்ன വാസിக்கிறோம் அப்படினா, ഈ ഒരു സാഹചര്യത്തിൽ, ഈ പശ്ചാത്തലത്തിൽ നാം എന്താണ് വായിക്കുന്നത്? ഫിലിപ്പിയർ 4:5-6 எப்படி നാം വാസിച്ചோம்? ഫിലിപ്പി ലേഖനം 4:5-6 നാം എങ്ങനെയാണ് വായിച്ചത്? കർത്തർ സമീപമായി ഇരിക്കാർ, ഒന്നിற்கு കവലപ്പെടാതിരുங்கள். കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു, സമീപമായിരിക്കുന്നു, അതുകൊണ്ട് നാം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഓക്കെ, ഇപ്പൊ കർത്തർ സമീപമാ ഇരുന്നാരാ ഇല്ലയാ? ഇപ്പോൾ കർത്താവ് അവരുടെ അടുത്തുണ്ടായിരുന്നോ ഇല്ലയോ? കർത്തർ സമീപമായി ഇരുന്നാർ. കർത്താവ് അവരുടെ സമീപമായിട്ട് അമരത്തുണ്ടായിരുന്നു. ഒരേ ബോട്ടിലാണ് ഇരുന്നാங்க. ആ ബോട്ടിൽ അവരോടൊപ്പം ഉണ്ടായിരുന്നു. ജീസസ് ബോട്ടിൽ വച്ചിട്ടേ என்ன செய்றாங்க அப்படினா കവലപ്പെടുறாங்க. ഇതാ യേശുവിനെ ബോട്ടിലുണ്ട്, യേശു ബോട്ടിൽ ഇരിക്കുമ്പോൾ തന്നെ ഇവര് വിചാരപ്പെടുകയാണ്. எப்படி பாத்தீங்க? ഇതെങ്ങനെയുണ്ട് നോക്കുക. അപ്പൊ ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4, 5, 6 என்ன நிறைவேறல என்ன? ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൽ നാം വായിച്ച 5-6 വാക്യങ്ങൾ, അത് ഇവരുടെ ജീവിതത്തിൽ ഇതുവരെ അത് നിറവേറിയിട്ടില്ല. യെസ്, ഇതാ பரிசுத்த ஆவியானவருடைய அந்த ஹோலி ஸ்பிரிட்னுடைய அந்த ஃபுல்னஸ் இல்லாதவருடைய வாழ்க்கை இதுதான். அது പരിശുദ്ധാത്മാവിന്റെ നിറവില്ലാത്തവരുടെ ജീവിതം ഇങ്ങനെയാണ്. ഇതാ ജീസസ് ബോട്ടിൽ இருப்பார், യേശു ബോട്ടിൽ ഉണ്ടാവും, ஆனா கவலைப்படுவோம். എന്നാൽ യേശു ബോട്ടിൽ ഉണ്ടെങ്കിലും பயப்படுவோம். ഇവര് ഭയപ്പെടും. ഒന്ന് ഭയം, ഒന്ന് കവളை. ഭയപ്പെടും, വിചാരപ്പെടും. യേശു ബോട്ടിൽ இருந்தாலும் சரி, அவர் போய் டிஸ்டர்ப் பண்றது. യേശു ബോട്ടിലുണ്ടെങ്കിലും യേശുവിനെ പോയി കുലുക്കി വിളിക്കുകയാണ്. ഓക്കെ, ജീസസ് தான் இருக்காரு, நான் ஏன் கவலைப்படணும் அப்படிங்கிற ஒரு ஃபெய்த் அவங்களுக்கு வரல பாருங்க. യേശു ഇവിടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ഞാൻ ഇങ്ങനെ വിചാരപ്പെടുന്നത് എന്നുള്ള ഒരു വിശ്വാസം അവരുടെ ഉള്ളിൽ വന്നില്ല. യേശു എൻ സമീപമായി இருக்கிறார், நான் கவலைப்பட வேண்டியதில்லை. യേശു എന്റെ സമീപത്തുണ്ടല്ലോ, പിന്നെ എന്തിനാ ഞാൻ ഇങ്ങനെ വിചാരപ്പെടുന്നത്? ജീസസ് എவ்வளவு அழகா நித்திரை பண்றார். ഇത് യേശു ഇതാ തലയണയൊക്കെ വെച്ച് നന്നായിട്ട് ഉറങ്ങുന്നു. ഒന്നും നടക്കാതെ എതുവും കപ്പൽ കൗന്തരാது, ഒന്നും പ്രശ്നം വരാது. യേശു ഇതാ ഇവിടെ ഉണ്ടല്ലോ, ഒന്നും സംഭവിക്കില്ല, കപ്പൽ മറിയില്ല, நாங்களும் நிம்மதியா இருக்கலாம், നമുക്ക് നല്ല സമാധാനത്തോടെ ഇരിക്കാം. அப்படி இருக்க முடிஞ்சதான்னு கேட்டா இல்ல. അങ്ങനെ അവർക്ക് ഇരിക്കാൻ സാധിച്ചോ? ഇല്ല. இதுதான் காஸ்பல்ல காண்பிக்கிற டிசைபிள்ஸ். அதெல்லாம் நான் பார்க்கிற ശിഷ്യர்கள். സുവിശേഷത്തിൽ നാം കാണുന്ന ശിഷ്യന്മാർ ഇങ്ങനെയുള്ളവരാണ്. ஏன் ஜீசஸுடைய பிரசன்ஸ் அவருக்கு இருந்தும் உணர முடியலன்னா அவங்களுக்கு பரிசுத்த ஆவியானுடைய பலம் இல்லை. എന്തുകൊണ്ടാണ് യേശുവിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിട്ടും അവർക്ക് ഈ ഒരു വിചാരത്തിൽ നിന്ന് മുക്തി ലഭിക്കാഞ്ഞത്? പരിശുദ്ധാത്മാവ് നിറവ് അവർക്കില്ലായിരുന്നു. Okay, now let us turn to Acts chapter 12. നമുക്കിപ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായത്തിലേക്ക്. This is the new covenant നുടെ privilege ഇതാ. പുതിയ നിയമത്തിന്റെ നമുക്ക് ലഭിച്ചിരിക്കുന്ന Acts chapter 12. അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം. Okay, ഹെരോദ് ജെയിംസിനുടെ തലയെ ചാപ്പൻറ്റാർ. ഇതാ ഹെരോദാവ് യാക്കോബിന്റെ തലയെ ഛേദിച്ചു. പട്ടയത്താൽ കൊலை ചെയ്தான் ജെയിംസ്. ഇവിടെ വാളുകൊണ്ട് യാക്കോബിന്റെ തലയെ വെട്ടി. ഓക്കെ, വേഴ്സ് 3 വാസിക്കണം. 3-ാമത്തെ വാക്യം, അത് യൂദർക്ക് പ്രിയമായിരുന്നത്, അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ടു. ആകയാൽ പേതുരുവയും മുടിച്ചെല്ലാൻ முடிவு பண்ணிட்டாங்க. അപ്പോൾ ഉടനെ അവൻ തീരുമാനിച്ചു, അപ്പോൾ ഇനി പത്രോസിനെയും കൊന്നുകളയാം. അവനെ പിടിച്ച് സിരച്ചാലയിൽ പോട്ടാங்க. അവനെ പത്രോസിനെ പിടിച്ചു, അവനെ തടവറയിലാക്കി. വേഴ്സ് 5 അവർ 5-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, അവർ പേതുരു സിരച്ചാലയിൽ இருந்தார்னு വാസിക്കണം. പത്രോസ് തടവിൽ ആയിരുന്നു. സഭയാർ ജോം பண்ணி கொண்டிருந்தார்கள். സഭ ശ്രദ്ധയോടെ അവനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിച്ചു. 6-ാമത്തെ വാക്യം, ഹെരോദാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാട്ട് എ ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ്മെന്റ്. എത്ര മനോഹരമായ ഒരു വാക്യമാണ്. ഇപ്പൊ മാർക്ക് 4 ഒരു പീറ്റർ பார்த்தோம். മർക്കോസ് 4-ാം അധ്യായത്തിൽ നാം ഒരു പത്രോസിനെ കണ്ടു. நான் நினைக்கிறேன் நிச்சயமா பீட்டருக்கு தான் அந்த கட்ஸ் இருக்கும். நாங்கெல்லாம் சாவறோம், தூக்கிட்டு எழுந்திரிங்க அப்படின்னு சொன்ன கட்ஸ் யாருக்கு தான் இருந்திருக்கும்? பீட்டருக்கு தான் இருந்திருக்கும். അവിടെ തലയണ വെച്ച് യേശു ഉറങ്ങുമ്പോൾ യേശുവിൻ്റെ അടുക്കിലേക്ക് പോയിട്ട് യേശുവിനെ കുലുക്കി വിളിച്ച്, ഞങ്ങളൊക്കെ ഇപ്പോൾ ചാകാനായിട്ട് പോകുന്നു, അപ്പോൾ ഇങ്ങനെ യേശു എന്താ അങ്ങ് കിടന്ന് ഉറങ്ങുന്നതെന്ന് പറഞ്ഞ് യേശുവിനെ കുലുക്കി വിളിക്കാനുള്ള ധൈര്യം പത്രോസിന് മാത്രമേ ഉണ്ടാവുള്ളൂ. இப்போ ஜான் மற்றவங்கள்ட்டெல்லாம் கேட்டிருந்தா, பாஸ் தூங்கிட்டு இருக்கார், பாஸ் டிஸ்டர்ப் பண்ணக்கூடாதுன்னு இருந்துப்பாங்க. യോഹന്നാനോടൊക്കെ പറയുമ്പോൾ യോഹന്നാൻ പറഞ്ഞിട്ടുണ്ടാവും, ബോസ് ഉറങ്ങുകയാണ്, നമ്മുടെ തലവൻ ഉറങ്ങുകയാണ്, നമ്മളെ ശല്യം ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും. യു പീറ്റർ, യു പ്ലീസ്. പത്രോസ്, നീ പോയി ഒന്ന് എഴുന്നേപ്പിക്ക്. അവരെ എളിപ്പിട്ടാங்க. അപ്പോൾ പത്രോസ് പോയി ഒന്ന് കുലുക്കി വിളിച്ച് യേശുവിനെ എഴുന്നേപ്പിച്ചു. ഭയം, ആകുലം, വിചാരം. സെയിം പീറ്റർ
ஆக்ட்ஸ் 12 நாம் வாசிக்கிறோம். ഇതേ പത്രോസിനെ കുറിച്ച് നാം അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായത്തിൽ വായിക്കുന്നു. രണ്ട് சங்கிலிகளில் கட்டப்பட்டிருந்தான். രണ്ട് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി. രണ്ട് സേവകർ നടുവേ രണ്ട് സങ്കിലിയിൽ കട്ടപ്പെട്ടിരുന്നു. രണ്ട് പടയാളികളുടെ നടുവിൽ രണ്ട് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി കിടക്കുന്ന പത്രോസ്. എന്നെ ഗവനിக்கிறீங்களா? നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നു? നല്ല തൂങ്ങിയിരുന്നാർ, നന്നായിട്ട് ഉറങ്ങുന്നു. What a life. ഇത് എത്ര അതിശയകരമായ ഒരു ജീവിതമാണ്. Praise Lord. Praise the Lord. This is new covenant life. ഇതാണ് പുതിയ നിയമ ജീവിതം. മറുനാൾ കാലയില ജയിലിൽ വെളിയിൽ അടച്ചിട്ട് വന്ന തലയെ ചാപ്പണം. അടുത്ത ദിവസം രാവിലെ ഇവനെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുപോയി തല വെട്ടാൻ പോവുകയാണ്. അവരാൾ നിമ്മതിയാ തൂങ്ങ മുടിച്ചു. എന്നാൽ തല വെട്ടാൻ പോകുന്നതിന് മുമ്പ് തലേ രാത്രിയിൽ നല്ല സുഖമായിട്ട് ഉറങ്ങുന്ന പത്രോസ്. ഭയവും കിടയാത്, കവളയും കിടയാത്. ഭയവുമില്ല, ആകുലവുമില്ല. കർത്തർ എൻ സമീപമായി ഇരിക്കാർ. കർത്താവ് എൻ്റെ സമീപത്തുണ്ട്. இந்த சிறைச்சாலையில் എന്നോട് കൂടെ കർത്തർ இருக்கிறார். എന്നോടൊപ്പം ഈ കാരാഗൃഹത്തിൽ കർത്താവ് എന്നോടൊപ്പം ഉണ്ട്. അവരുടെ സിത്തെല്ലാം തലയിൽ എന്നോട് ഒരു മുടി കൂടെ ഉണ്ട്. ആ ദൈവത്തിൻ്റെ ഹിതമല്ലാതെ സമ്മതമില്ലാതെ എൻ്റെ തലയിൽ ഒരു മുടി പോലും താഴെ പോവുകയില്ല. അവരിടത്തിലേന്ന് ഒരു വാർത്ത അധികാരം വരലെന്ന് എൻ മേലെ യാർക്കും അധികാരം കിടயாது. ദൈവം അധികാരം നൽകിയിട്ടില്ലെങ്കിൽ എൻ്റെ മേൽ ഒരു വ്യക്തിക്കും അധികാരമില്ല. ഓക്കെ, ഞാൻ ரொம்ப ഡിസ്റ്റർബാக இருக்கேன், ഞാൻ ரொம்ப ടയർഡാக இருக்கேன், തൂങ്ങുறேன்னு சொல்லி തൂങ്ങിட்டார். ഏതായാലും ഞാനിപ്പോൾ നല്ല ക്ഷീണമുണ്ട്, ഞാൻ നന്നായിട്ട് ഉറങ്ങട്ടെ. ഏതായാലും നല്ല നിദ്ര பண்ணி കൊണ്ടിരുന്നാർ. നന്നായിട്ട് ഉറങ്ങുകയാണ്. അരുമയാണ് ഒരു வாழ்க்கை. ഇത് വളരെ വളരെ മനോഹരമായ ഒരു ജീവിതമാണ്. പീറ്റർ ഗെത്സെമനയിൽ തൂങ്ങിനാർ. അത് തപ്പാണ് തൂക്കം. അത് തൂക്കം തപ്പ്. ദാറ്റ് ഈസ് റോങ്. ഗെത്സെമനയിൽ പത്രോസ് ഉറങ്ങി, അതൊരു തെറ്റായ ഉറക്കമാണ്. അത് തവറാണ് ഉറക്കം. അത് തെറ്റായ ഉറക്കമാണ്. അതിനാണ് കാത് വാങ്ങുന്നത്. അപ്പോൾ ഗെത്സെമനയിൽ പോയി ഉറങ്ങിയത് കൊണ്ടാണ് അവൻ്റെ ചെവി പോയി വെട്ടിയത്. ദിസ് ഈസ് റൈറ്റ് സ്ലീപ്പ്. എന്നാൽ ഇത് ശരിയായിട്ടുള്ള ഉറക്കമാണ്. കർത്തർ തമക്ക് പ്രിയമാനവനുക്ക് ഒരു നിദ്രയെ അളിക്கிறாർ. തനിക്ക് തൻ്റെ പ്രിയനോ അവൻ ഉറക്കത്തിൽ കൊടുക്കുന്നു എന്നാണ് മലയാളത്തിൽ. തൻ്റെ പ്രിയന് അവൻ ഉറക്കം കൊടുക്കുന്നു എന്നാണ് ഇംഗ്ലീഷ്. Psalm 127 വാസിக்கிறோம். സങ്കീർത്തനം 127 നാം അങ്ങനെ വായിക്കുന്നു. இன்னைக்கு நிறைய பேருக்கு ஸ்லீப் இல்ல. ഇന്ന് അനേക ആളുകൾക്ക് ഉറക്കമേ ഇല്ല. നൈറ്റിൽ ഉட்கார்ந்து என்னென்னமோ யோசிச்சுக்கிட்டே இருக்காங்க. അവർക്ക് രാത്രി അവരിങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ ദിനത്തെ കുറിച്ച്, നാളത്തെ കുറിച്ച്, இந்த பிரசன்ட் லைஃப்னுடைய என்னென்ன worries இருக்குமோ எல்லாவற்றையும் உட்கார்ந்து ராத்திரில உட்கார்ந்து யோசிச்சுக்கிட்டே இருக்காங்க. ഈ ജീവിതത്തിലെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളെല്ലാം രാത്രിയിലിരുന്ന് ഇങ്ങനെ വിചാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. அந்த லைஃப் நமக்கு இல்ல, அந்த லைஃப் நமக்கு கிடையாது. அந்த லைஃப் தேவன் நமக்கு ஆர்டைன் பண்ணி வைக்கல. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ഒരു ജീവിതമല്ല ദൈവം നമുക്ക് വേണ്ടി വെച്ചിട്ടുള്ളത്. നമുക്ക് വെച്ചിരിക്കുന്നത് നല്ല പീസ് ആൻഡ് റെസ്റ്റ്. നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത് സ്വസ്ഥത, സമാധാനം. നാളേക്ക് മോർണിംഗ്, ടുമോറോ മോർണിംഗ് என்னுடைய തല പോണാലും ശരി, വേല പോണാലും ശരി, നാളെ രാവിലെ എൻ്റെ തല പോയാലും കുഴപ്പമില്ല, ജോലി പോയാലും കുഴപ്പമില്ല. இன்னைக்கு நிறைய பேருக்கு வேலை போயிடுச்சு, என்னுடைய வேலை போயிடுமோன்னு சொல்லிட்டு எல்லாம் ஒரு அன்சர்டனிட்டிலே இருக்காங்க. இன்னைக்கு ഇന്ന് പല ആളുകൾക്കും എൻ്റെ ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള ചിന്തയിൽ അവർ ആകുലവും വിചാരത്തിലുമാണ്. അരുമയാനവர்களே, தேவனுடைய வாக்குத்தத்தத்தை நாம் விசுவாசிப்போம். പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നമുക്ക് വിശ്വസിക്കാം. Psalm 90 இப்படி ஒரு ப்ராமிஸ் இருக்கு. സങ്കീർത്തനം 90 ഇങ്ങനെ ഒരു വാഗ്ദത്തമുണ്ട്. உன் வலப்பக்கம் 1000 விழுந்தாலும் சரி, உன் இடப்பக்கம் 10,000 விழுந்தாலும் சரி, அது உன்னை அணுகுவதில்லை அப்படின்னு വാസിக்கிறோம். നമ്മോട് വായിക്കുന്നു, നിന്റെ വലതുഭാഗത്ത് നിന്റെ 1000 പേർ വീണാലും ഇടതുവശത്ത് 1000 പേർ വീണാലും നിനക്ക് നീ വീഴുകയില്ല. യെസ്, இந்த സൈഡ് 1000 പേർക്ക് അൺഎംപ്ലോയ്മെന്റ് இருக்கட்டும், இந்த സൈഡ് 10,000 പീപ്പിൾക്ക് അൺഎംപ്ലോയ്മെന്റ് இருக்கட்டும். ഈ ഒരു വശത്ത് 1000 പേർക്ക് ജോലി നഷ്ടപ്പെടട്ടെ, നിന്റെ മറ്റേ വശത്ത് 10,000 പേർക്ക് ജോലി നഷ്ടപ്പെടട്ടെ. ஓகே, உங்களோட கூட இருக்கிறதானே உங்களுடைய கொலீக்ஸ்ல நிறைய பேருக்கு லே ஆஃப் அப்படின்னு വെച്ചുకోமே. നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന പലർക്ക് അവരുടെ ജോലി നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുക. அதெல்லாம் கவலைப்பட வேண்டாம். അതിനെക്കുറിച്ചൊന്നും നീ ഭാരപ്പെടേണ്ട. ஆண்டவரே சித்தம் இருந்தா நான் வேலையில இருக்க போறேன். ദൈവമേ, അങ്ങയുടെ ഹിതമാണെങ്കിൽ ഞാൻ ഈ ജോലിയിൽ തുടരും. ഇதை நீங்க க்ளோஸ் பண்றீங்கன்னா இன்னொன்னு எனக்கு ஓபன் பண்ண போறீங்க. ഈ ജോലി എനിക്ക് നഷ്ടപ്പെട്ടാൽ അങ്ങ് എനിക്ക് വേണ്ടി വേറെ ഒരു ജോലി. യുവർ വേസ് ആർ പെർഫെക്റ്റ്. അങ്ങയുടെ വഴികൾ അത് പൂർണ്ണമാണ്. நான் கவலைப்பட மாட்டேன். ഞാൻ അതിനെക്കുറിച്ച് ഭാരപ്പെടുകയില്ല. எந்த சூழ்நிலையுடைய பீஸ், இன்னர் பீஸ் நான் இழக்க கூடாது ஆண்டவரே. ഏതൊരു സാഹചര്യത്തിലും എൻ്റെ അകത്തെ ആ സമാധാനം എനിക്ക് നഷ്ടപ്പെട്ടു പോകരുത്. அந்த பேதுருவை நான் நினைவு கூறுகிறேன். ആ പത്രോസിനെ ഞാനിതാ ഓർക്കുന്നു. യെസ്, അங்குള്ള ഡെലിവറൻസ് നാം അன்னைக்கு രാത്രിയിൽ பார்க்கிறோம். ഒരു മിറക്കിൾ ഡെലിവറൻസ് അன்னைக்கு. അവിടെ അന്ന് രാത്രിയിൽ സംഭവിച്ച അത്ഭുതകരമായ ആ വിടുതൽ നാം അവിടെ കാണുന്നു. ദൂതൻ വിടുതലയാക്കിனார். അതിൽ ദൂതൻ അവനെ വിടുവിക്കുന്നു. അരുമയാனவர்களே, இந்த வாழ்க்கையை கர்த்தர் நமக்கு வைத்திருக்கிறார்.
പ്രിയമുള്ളവരെ, ദൈവം ഈ ഒരു ജീവിതമാണ് നമുക്ക് വേണ്ടി. நாம் யாதொன்றுக்கும் நாம் என்ன செய்ய வேண்டியதில்லை, நாம் கவலைப்பட வேண்டியதில்லை. നാം ഒന്നിനെക്കുറിച്ചും നാം വിചാരപ്പെടേണ്ടതില്ല. நம்முடைய இளைப்பாறுதல் உள்ள ஒரு வாழ்க்கை, നമുക്ക് സ്വസ്ഥതയുള്ള ഒരു ജീവിതം. கர்த்தர் சமீபமாய் இருக்கிறார். കർത്താവിന്റെ സമീപമായിട്ടുണ്ട്. எஸ், இந்த வாழ்க்கை எப்படி சாத்தியமானது? ഈ ஆக்ட்ஸ்ல ഈ ജീവിതം അപ്പോസ്തല പ്രവൃത്തികളിൽ എങ്ങനെയാണ് അത് സാധ്യമായത്? எஸ், they were filled with the Holy Spirit. അവർക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടായി. அந்த நிறைவு நமக்கு இருக்கும் பொழுது, ആ ഒരു പരിശുദ്ധാത്മാവിന്റെ നിറവ് നമുക്കുണ്ടാകുമ്പോൾ நாம் யாதொன்றை குறித்து நாம் கவலைப்பட மாட்டோம். നാം ഒന്നിനെക്കുറിച്ചും നാം ഭാരപ്പെടുകയില്ല. நான் ஜீசஸ் குறித்து காண்பிக்க விரும்புகிறேன். ഞാൻ യേശുവിനെ കുറിച്ച് John chapter 19, John chapter, no fear, no worry. ഞാൻ യേശുവിനെ കുറിച്ച് നിങ്ങൾക്ക് വീണ്ടും കാണിക്കാം. അവന് ഒരു John chapter 19, യോഹന്നാൻ 19-ാം അധ്യായം. അവന് ഭയമില്ല, അവന് വിചാരമില്ല, ആകുലമില്ല. പൈലറ്റുக்கு முன்னால, கவர்னருக்கு முன்னால ஜீசஸ் நிற்கிறார். ഇതാ പിലാത്തോസിന്റെ മുമ്പാകെ, ഗവർണറിന്റെ മുമ്പാകെ യേശു നിൽക്കുന്നു. വേഴ്സ് 10 വാസിக்கிறோம். 10-ാമത്തെ വാക്യം നാം വായിക്കുന്നു. പീലാത്തോസ് അവനോട്, നീ എന്നോട് സംസാരിക്കുന്നില്ലയോ? എനിക്ക് നിന്നെ ക്രൂശിക്കുവാൻ അധികാരമുണ്ടെന്നും നിന്നെ വിട്ടയക്കുവാൻ അധികാരമുണ്ടെന്നും നീ അറിയുന്നില്ലയോ എന്ന് ഉത്തരം പറയാതിരുന്ന യേശുവിനോട് അവൻ ചോദിച്ചു. ഇതാ പിലാത്തോക്ക് മുൻപാകെ ജീസസ് ചെയ്ത നല്ല അറിക്കை ഇത്. ഇവിടെ പിലാത്തോസിന്റെ മുമ്പാകെ യേശുവിന്റെ ഒരു നല്ല സാക്ഷ്യം. இதுக்கு முன்னால ஜான் சாப்டர் 18லயும் அவருடைய குட் கன்ஃபெஷன் என்னன்னு பார்க்கிறோம். ഇവിടെ യോഹന്നാൻ 18-ലും ഒരു നല്ല സാക്ഷ്യം യേശു അവിടെ പറയുകയുണ്ടായി. Yes, my kingdom is not of this world. എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് അവൻ 18-ാം അധ്യായത്തിൽ പറഞ്ഞു. Yes, പൈലറ്റുக்கு മുன்னால ജീസസ് ചെയ്ത ഗുഡ് കൺഫെഷൻ അത്. ഇത് പിലാത്തോസിന്റെ മുമ്പാകെ യേശു പറഞ്ഞ നല്ലൊരു സാക്ഷ്യ വചനം. ഇങ്ങ ജീസസിനുடைய one more confession പൈലറ്റുக்கு മുன்னால. ഇതാ പിലാത്തോസിന്റെ മുമ്പാകെ യേശു വീണ്ടും ഒരു സാക്ഷ്യം പറയുന്നു. വേഴ്സ് 11 വാസിக்கிறோம். 11-ാമത്തെ വാക്യം. മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എൻ്റെ മേൽ നിനക്ക് ഒരു അധികാരവും ഉണ്ടാകുകയില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അരുമയാனவர்களே, പ്രിയമുള്ളവരെ, இந்த அத்தாரிட்டி, இந்த ஸ்பிரிச்சுவல் அத்தாரிட்டி நமக்கு எல்லாருக்கும் தேவன் கொடுத்து வச்சிருக்கிறார். പ്രിയമുള്ളവരെ, ഈ ഒരു ആത്മീയ അധികാരം നമുക്ക് എല്ലാവർക്കും ദൈവം നൽകിയിട്ടുണ്ട്. പരത്തിലിருந்து ഒന്ന് കൊടുക്കപ്പെടലേ എൻ മേലെ ഉനക്ക് അധികാരം ഇല്ലെന്ന് சொன்னார். മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എൻ്റെ മേൽ നിനക്ക് ഒരു അധികാരവും ഉണ്ടാകുകയില്ല. ഓക്കേ, அந்த സീനെ ഞാൻ കാണിക്കാൻ വിരുമ്പുறேன். ഞാൻ ആ ചിത്രം, ആ ഒരു സംഭവം നിങ്ങളുടെ മുമ്പാകെ ഞാൻ കാണിച്ചു. ആ ഒരു സാഹചര്യം, അവിടെ നടന്ന ആ സംഭവം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് കൂടെ നല്ലതാ ഇருக்கு. இந்த ஸ்டேஜ் கொஞ்சம் நல்லதா, நல்ல உயரமா இருக்கு. இப்படி ഈ ഒരു സ്റ്റേജ് അതിന് പറ്റിയതാണ്, നല്ല ഉയരമുള്ള ഒരു സ്റ്റേജ്. പൈലറ്റ് ഇങ്ങ இருக்காருங்க. ഇവിടെ പീലാത്തോസ് ഇവിടെ നിൽക്കുകയാണ്. പൈലറ്റിനുடைய സീറ്റ്, ഗവർണറുടെ സീറ്റ് ഇങ്ങ இருக்கீங்க. ഇവിടെ ഈ ഗവർണറുടെ പീലാത്തോസിന്റെ സീറ്റ് ഇവിടെയാണ്. நல்ல தேசாந்திர குற்றவாளியா ஒரு கிரிமினலா ஜீசஸ் வந்து அந்த இடத்துல நின்னுட்டு இருக்கார். ഇവിടെ ഒരു രാജ്യാന്തര കുറ്റവാളിയായിട്ട് യേശു അവിടെ ദൂരെ അവിടെ മാറി നിൽക്കുന്നു. ജീസസ് കീഴ இருக்கார். യേശു ഇവിടെ താഴെ നിൽക്കുന്നു. പീറ്റർ പൈലറ്റ് മേലെ இருக்கார். ഇതാ പീലാത്തോസ് ഇവിടെ മേളിൽ ഉയരത്തിൽ നിൽക്കുന്നു. எப்படி இருக்கு பாருங்க. ഇങ്ങനെയാണ്, ഇങ്ങനെ ഉയരത്തിലും താഴെയും നിൽക്കുന്നു. ജീസസ് കുറ്റവാളിയാ இருக்கிறார். இங்க பைலட் கவர்னர் உட்கார்ந்து மேலே உட்கார்ந்து. ഇവിടെ പീലാത്തോസ്, ഗവർണറായ പീലാത്തോസ് ഇവിടെ മുകളിൽ നിൽക്കുന്നു, യേശു ഇവിടെ താഴെ നിൽക്കുന്നു. ஆனால் கீழே அந்த കുറ്റവാളിയായി സാട്ടപ്പെട്ട ജീസസ്ക്ക് ഹൃദയത്തിൽ என்ன இல்ல அப்படினா no fear at all. എന്നാൽ കുറ്റവാളിയായി അവിടെ നിർത്തിയിരിക്കുന്ന യേശുവിന്റെ ഹൃദയത്തിൽ ഒരു ഭയവുമില്ല. கொஞ்சம் கூட fear இல்ல, അല്പം പോലും ഭയമില്ല. പിതാവെ കുറിച്ച് സമ്പൂർണ്ണമായി secured in father's love. പിതാവിന്റെ സ്നേഹത്തിൽ പൂർണ്ണ സുരക്ഷിതത്വമുള്ളവനായി നിൽക്കുന്നു. ഒരു ഭയം ഇല്ല, ഒരു ആങ്സൈറ്റി, ഒരു ഫിയർ, ഒരു എതുമേ കിടயாது. അവന്റെ ഹൃദയത്തിൽ ഒരു ഭയമില്ല, ഒരു ആകുലമില്ല, ഒരു ആകാംക്ഷയില്ല, അവിടെ നിൽക്കുന്നു. ஆனால் പൈലറ്റ് എங்க இருக்கிறார்? പീലാത്തോസ് എവിടെയാണ്? മേൽ സീറ്റിൽ ഉட்கார்ந்துட்டு இருக்கிறார். ഇവിടെ മുകളിൽ സീറ്റിൽ ഇരിക്കുകയാണ്. അവർക്ക് என்ன இருக்கு அப்படினா ഫിയർ, ട്രെംബ്ലിംഗ്. മുകളിൽ സീറ്റിലിരിക്കുന്ന പീലാത്തോസ് ഇപ്പോൾ വിറയ്ക്കുകയാണ്. அப்படினா എന്താ കാരണം? ജനങ്ങൾ என்ன சொல்லிட்டாங்க அப்படினா, see verse 12. ഇവിടെ 12-ാം വാക്യം നോക്കുക. നീ ഇവനെ വിടുതலை பண்ணினால் നീ രായനുക്ക് സ്നേഹിതനല്ല, നീ രായനുക്ക് വിരോധിട്ടാங்க. ഇവിടെ പറയുന്നു, നീ ഇവനെ വിട്ടയച്ചാൽ കൈസരുടെ സ്നേഹിതനല്ല എന്ന് പറഞ്ഞ് അവര് പിലാത്തോസ് അവനെ വിട്ടയക്കാൻ ശ്രമിച്ചപ്പോൾ യഹൂദന്മാർ അങ്ങനെയാണ് പറഞ്ഞത്. അவ்வளவுதான், ജനങ്ങൾക്ക് ഭയന്നിട്ടാണ്. അവൻ അത് കൊണ്ട് പിലാത്തോസ് വളരെ ഭയപ്പെട്ടു എന്ന് നാം കാണുന്നു. നാം ജീസസ്ക്ക് நான் ஃபேவர் பண்ணேன் அப்படினா இந்த people எங்க போய்டுவாங்கன்னா சீசர்ட்ட போய்டுவாங்க. ഞാൻ യേശുവിനെ വിട്ടയച്ചാൽ, യേശുവിന് എന്തെങ്കിലും സഹായം ചെയ്താൽ ഈ ജനങ്ങൾ അവര് കൈസറുടെ അടുക്കലേക്ക് പോകും എന്ന് അവന് മനസ്സിലായി. അപ്പോൾ എനിക്ക് പ്രോബ്ലം വരും, അപ്പോൾ എനിക്ക് പ്രശ്നം വരും, ഒരു പ്രശ്നങ്ങൾ വരും,
അപ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ എനിക്കുണ്ടാവും. எனக்கு டிரான்ஸ்ஃபர் வருமா என்ன வரும்னு எனக்கு தெரியல. എന്താണ് ട്രാൻസ്ഫർ ആണോ എന്താ സംഭവിക്കുന്നത് എനിക്കറിയില്ല. அல்லது என்னுடைய கவர்னர் போஸ்ட் போய்டுமா என்னன்னு தெரியல. അതോ ഇനി ഗവർണർ പോസ്റ്റ് തന്നെ പോകുമോ അതും അറിയില്ല. So in order to avoid all these issues, ഈ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ ഇല്ലാതിരിക്കാനായിട്ട് കൈ കഴുകിட்டார். അപ്പോൾ പിലാത്തോസ് ഏതായാലും അങ്ങ് അതിനകത്തുനിന്ന് കൈ കഴുകി. அப்ப மேல் சீட்ல உட்கார்ந்து இருக்கிறவருக்கு என்ன இருக்கு அப்படின்னா, கவர்னர் சீட்ல உட்கார்ந்து இருக்கிறவருக்கு full of fear. ഇതാ മുകളിൽ സീറ്റിൽ ഗവൺമെന്റിന്റെ സീറ്റിൽ ഇരിക്കുന്ന ആളിനാണ് ഇപ്പൊ മുഴുവൻ പേടി. ஒரு கிரிமினல் சீட்ல நிக்கிற ஜீசஸ்க்கு full of ஒரு அத்தாரிட்டியோட தைரியமா நிக்கிறார். ഇതാ ഒരു കുറ്റവാളിയുടെ സീറ്റിൽ നിൽക്കുന്ന യേശുവിന് വളരെ പൂർണ്ണ ധൈര്യത്തോടെ ഭയമില്ലാതെ ധൈര്യത്തോടെ നിൽക്കുന്നു. அருமையானவர்களே, கம்மிங் டேஸ் நீ வரக்கூடிய நாட்கள் இப்படி தான் இருக்கும் நமக்கு. പ്രിയമുള്ളവരെ, നമുക്ക് വരുന്ന നാളുകൾ ഇങ്ങനെയുള്ള നാളുകളായിരിക്കും. நாம் நிறைய காரியங்களை வருகிற நாட்களை நாம் நிறைய ஃபேஸ் பண்ணுவோமே. നാം വരുന്ന നാളുകളിൽ പല കാര്യങ്ങൾ നാം നേരിടേണ്ടി വരും. நம்மளுடைய ஜாபுக்கு ஒரு த்ரெட்டனிங் வரலாம். നമ്മുടെ ജോലിക്ക് ചില പ്രശ്നങ്ങൾ നേരിട്ടേക്കാം. நம்மளுடைய கிறிஸ்டியன் ஃபெய்த்துக்கு ஒரு த்ரெட்டனிங் வரலாம். നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തെ എതിരായിട്ടുള്ള ചില ശക്തികൾ ഉയർന്നേക്കാം. நம்ம ரைச்சியஸா நம்மளுடைய ஜாப்ல நாம் இருக்கிறது நிமித்தமா நமக்கு ஒரு த்ரெட்டனிங்லாம் வரலாம். നാം നമ്മുടെ ജോലി നീതിപൂർവം ചെയ്യുന്നത് കൊണ്ട് നമ്മെ ചിലർ ഭീഷണിപ്പെടുത്തിയേക്കാം. ஒரு சில சகோதரர்களை நான் அறிவேன். എനിക്ക് ചില സഹോദരന്മാരെ അറിയാം. ரொம்ப ரைச்சியஸ் ஆபீசர்ஸா வேலை செய்தவர்கள், ரைச்சியஸா இருந்தவர்கள், വളരെ നീതിപൂർവം തങ്ങളുടെ ജോലി സ്ഥലത്ത് ജോലി ചെയ്ത ആളുകൾ. அவர்கள் மேல என்ன பண்ணியாச்சு அப்படின்னா செக்சுவல் ஹராஸ்மெண்ட் கேஸ் போட்டாச்சு. അങ്ങനെയുള്ള ആളുകൾക്കെതിരെ കള്ള കേസ്, സ്ത്രീകളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുള്ള കേസുകൾ ഉണ്ടാക്കി കൊടുത്തു. த்ரெட்டனிங், അവരെ ഭീഷണിപ്പെടുത്തുവാനായിട്ട്. இந்த கேஸ் வாபஸ் வாங்கணும் அப்படின்னா ஒன்னு எங்களுக்கு இணங்கி காரியத்துவா, இல்லைன்னா கெட் ட்ரான்ஸ்ஃபர், கோ சம்வேர் எல்ஸ். அப்படி ഈ ഒരു കേസിൽ നിന്ന് നിനക്ക് വെളിയിൽ വരണം എന്നുണ്ടെങ്കിൽ നീ ഒന്നുകിൽ ഞങ്ങളോട് യോജിക്കണം, അല്ലെങ്കിൽ നീ ഒരു ട്രാൻസ്ഫർ വാങ്ങി വേറെ എങ്ങോട്ടെങ്കിലും പോയിക്കും. ரைச்சியஸா இருக்கணும்னா, ഞാൻ നീതിപൂർവമായിരിക്കണം. அல்லது கிறிஸ்டியன் ஃபெய்த்ல நாம் இருக்கணும் அப்படின்னா, നമ്മുടെ ക്രിസ്തീയ വിശ്വാസം നാം മുറുകെ പിടിക്കണമെന്നുണ്ടെങ്കിൽ நாம் இருக்கிற இடங்களில், നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ, அல்லது நம்மளுடைய ரிலேட்டிவ்ஸ் மத்தியில, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെ മധ്യത്തിൽ, நம்மளுடைய காலேஜ் மேட்ஸ் மத்தியில, നമ്മുടെ കോളേജിൽ പഠിക്കുന്ന സുഹൃത്തുക്കളുടെ മധ്യത്തിൽ, அருமையானவர்களே, நாம் யாதொன்றுக்கு நாம் பயப்படக்கூடாது. പ്രിയമുള്ളവരെ, നാം ഒന്നിനെക്കുറിച്ചും ഭയപ്പെടരുത്. ஒரே ஒரு லைஃப், லார்ட், I want to exalt you, I want to glorify your name. കർത്താവേ, എനിക്ക് ഒരേ ഒരു ജീവിതം, ഈ ഒരു ജീവിതത്തിൽ അങ്ങയുടെ നാമത്തെ എനിക്ക് ഉയർത്തണം. நான் ஒருபோதும் காம்ப்ரமைஸ் பண்ண மாட்டேன். ഞാൻ ഒരു ഒത്തുതീർപ്പുകാരനായി മാറരുത്. எனக்கு வேண்டிய தைரியத்தை பரிசுத்த ஆவியானவர் என்னை பலப்படுத்துங்க ஆண்டவரே. പരിശുദ്ധാത്മാവിനെ എന്നെ ശക്തീകരിച്ച് എന്നെ ധൈര്യപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. ஒரு கவர்டா நான் இருக்க கூடாது. ஒரு டிமிடிட்டி ஸ்பிரிட் எனக்கு வேண்டாம் ஆண்டவரே. എനിക്കൊരു ഭീരുത്വത്തിന്റെ ആത്മാവ് എനിക്ക് വേണ്ട. இயேசு கிறிஸ்து நான் இருக்கிற இடங்களில் நான் சாட்சியா இருக்கணும். நான் യേശു ക്രിസ്തുവിന്റെ ഒരു സാക്ഷിയായി ഞാൻ ആയിരിക്കുന്ന ഇടങ്ങളിൽ എനിക്ക് നിൽക്കണം. ஒரு போல்ட் விட்னஸா நான் இருக்கணும் ஆண்டவரே. അങ്ങയുടെ ധീരനായ ഒരു സാക്ഷിയായിട്ട് എനിക്ക് നിൽക്കണം. என்னுடைய ஊர்ல, என்னுடைய வேலை ஸ்தலத்திலே, என்னுடைய கல்லூரியில, ஹாஸ்டல்ல ஒரு போல்ட் விட்னஸா நான் இருக்கணும் ஆண்டவரே. എൻ്റെ ഗ്രാമത്തിൽ, എൻ്റെ നാട്ടിൽ, എൻ്റെ ഹോസ്റ്റലിൽ, എൻ്റെ റൂമിൽ എനിക്ക് അങ്ങയ്ക്ക് വേണ്ടിയുള്ള ഒരു ധൈര്യമായിട്ട് കോളേജിൽ എനിക്ക് നിൽക്കുവാനായിട്ട് കഴിയും. எஸ் ஜீசஸ், அந்த கரேஜ் ஜீசஸ் இருந்துச்சு, அந்த போல்ட்னஸ், அந்த கரேஜ் ஜீசஸ் இருந்தது. பரத்திலிருந்து உனக்கு கொடுக்கப்படாத பட்சத்தில் என் மேல உனக்கு அதிகாரம் இல்லைன்னு சொன்னார். യേശുവിന് ആ ഒരു ധൈര്യം യേശുവിനുണ്ടായിരുന്നു. മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എൻ്റെ മേൽ നിനക്കൊരു അധികാരവും ഉണ്ടാകുകയില്ലായിരുന്നു. அருமையானவர்களே, நாம் இயேசுவை போலவே பயமில்லாத ஒரு வாழ்க்கை, கவலையில்லாத ஒரு வாழ்க்கை நாம் வாழும். പ്രിയമുള്ളവരെ, നാം യേശുവിനെ പോലെ ഭയമില്ലാത്ത, ആകുലമില്ലാത്ത ഒരു ജീവിതം നാം ജീവിക്കണം. என் தேவன் எல்லாவற்றையும் பார்த்துக் கொள்வார். ദൈവം എല്ലാ കാര്യങ്ങളെയും ദൈവം നോക്കിക്കൊള്ളും. God of protection, God of provision. അവിടുന്ന് നമുക്ക് സുരക്ഷിതത്വം നൽകുന്നവൻ, നമ്മുടെ സംരക്ഷകനാണ്. അവിടുന്ന് നമ്മുടെ സഹായകനാണ്. ഒരേ ഒരു കാര്യത്തെ சொல்லி நான் முடிக்க விரும்புகிறேன். ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു. ஹீப்ரு ஃபர்ஸ்ட் செஞ்சுரியில் உள்ள ஹீப்ரு கிறிஸ்டியன்ஸை குறித்து நாம் இப்படி வாசிக்கிறோம். നാം ആദ്യ നൂറ്റാണ്ടിലുള്ള എബ്രായ ക്രിസ്ത്യാനികളെ കുറിച്ച് നാം ഇപ്രകാരം വായിക്കുന്നു. അവരുള്ള என்ன செய்யல அப்படின்னா கவலைப்படல. അവർ വിചാരപ്പെട്ടില്ല. ഓക്കേ, Hebrews chapter 10, എബ്രായ ലേഖനം 10-ാം അധ്യായം verse 34, 34-ാമത്തെ വാക്യം. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. നല്ല വാർത്ത, സന്തോഷത്തോടെ അവർ കൊള്ളയിട കൊടുത്താர்கள் വാസിക്കണം. ഇവിടെ വളരെ വളരെ മനോഹരമായ ഒരു വാക്യശകലം. സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചു. അവர்கள் ஒன்று அறிந்திருந்தார்கள். അവർക്ക് ഒരു കാര്യം അറിയാമായിരുന്നു. எங்களுக்கு பரலோகத்தில் அதிக மேன்மையும் நிலையுள்ள சுதந்திரம் எங்களுக்கு உண்டு என்று அறிந்து, അവർക്ക് സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് ഉണ്ട് എന്ന് അവർക്ക് അറിയാമായിരുന്നു. அருமையானவர்களே, எது அதிக மேன்மை நிலையுள்ள சுதந்திரம்?
എന്താണ് ഈ നിലനിൽക്കുന്ന സ്വർഗത്തിലുള്ള ഉത്തമ സമ്പത്ത്? എന്താണ്? நித்தியமாய் நம் ஆண்டவரோடு கூட இருக்கிறதான ஒரு காரியம். അത് നിത്യകാലം കർത്താവിനോടൊപ്പം ഉള്ള ഒരു ജീവിതമാണ്. அதிக மேன்மை, இயேசுவோடு கூட இருக்கிறது எனக்கு அதிக மேன்மை. യേശുവിനോട് കൂടെ ഇരിക്കുന്ന ആ ഒരു ജീവിതം, അതാണ് ഉത്തമ സമ്പത്ത്. அது நிலையான நித்திய இட்டர்னல் இன்ஹெரிட்டன்ஸ் ஜீசஸோட நான் இருக்கிறது. യേശുവിനോടൊപ്പം ഇരിക്കുന്ന ആ ജീവിതം അത് നിലനിൽക്കുന്ന ഉത്തമ സമ്പത്താണ്. அது அந்த ஒரு தரிசனம் நமக்கு இருந்துருச்சு அப்படின்னா, ആ ഒരു ദർശനം നമുക്കുണ്ടെങ്കിൽ யாராவது ஒருத்தங்க அள்ளிட்டு போனான்னு வச்சுங்க, சந்தோஷமா கொள்ளையிட கொடுப்போம். ആരെങ്കിലും കുറച്ച് നമ്മിൽ നിന്ന് എടുത്തുകൊണ്ട് പോയാൽ ഓക്കെ, നമുക്ക് സന്തോഷത്തോടെ അത് വിട്ടുകൊടുക്കാം. எல்லாவற்றையும் நான் நஷ்டம் என்று குப்பையுமா எண்ணுகிறேன் പൗൽ சொன்னது போலதான். പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ എല്ലാറ്റിനെയും ചപ്പും ചവറും എന്ന് എണ്ണുന്നു. அப்ப பிலிப்பியன்ஸ் 3ல நான் வாசிக்கிறது போல, ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ இந்த வேர்ஸ் எப்படி நான் வாசிக்கலாம்? ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിലുള്ള ഈ കാര്യം നമുക്ക് ഈ വാക്യം அந்த பரலோகத்தில் அதிக மேன்மையும் நிலையுள்ள சுதந்திரம் எனக்கு உண்டு என்பதை அறிந்து இந்த ஆஸ்தியை நான் குப்பையா எண்ணுகிறேன். സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് എനിക്ക് ഉണ്ട് എന്ന് അറിഞ്ഞ് ഈ സമ്പത്തുകളുടെ സമ്പത്തിനെ ഞാനൊരു ചപ്പും ചവറുമായിട്ട് എണ്ണുന്നു. அப்படிங்கிற இங்க கவலைங்க. അങ്ങനെയെങ്കിൽ എനിക്ക് എവിടെയാണ് വിചാരം? மேன்மையானது ஒன்று நாம் பிடிச்சிட்டோம். ഞാൻ ഉത്തമമായ ഒന്നിനെ പിടിച്ചിട്ടുണ്ട്. ஜீசஸ் நாம் பிடிச்சிட்டோம். நாம യേശുവിനെ ഞാൻ പിടിച്ചിരിക്കുന്നു. அப்படிப்பட்ட சூழ்நிலையில் நாம் இருக்கும் பொழுது பிரியமானவர்களே, நம்மிடத்திலிருந்து ஒன்று போயிடுச்சு, பறிச்சிட்டாங்க, கொள்ளையடிச்சிட்டாங்க, ஏமாத்திட்டாங்க, அதெல்லாம் நம்ம கவலை கிடையாது. അങ്ങനെ ഒരു കാഴ്ച നമുക്കുണ്ടെങ്കിൽ, നമ്മെ ആരെങ്കിലും ഒന്ന് പറ്റിച്ചു, നമ്മിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി, ഈ തരത്തിലുള്ള വിചാരങ്ങളും ആകുലങ്ങളും വിഷമങ്ങളും നമുക്കുണ്ടാവുകയില്ല. അരുമയാണവர்களே, പ്രിയമുള്ളവരെ, നാം ആരംഭത്തിൽ കേട്ടതുപോലെ, നാം ആദ്യം കേട്ടതുപോലെ നമ്മുടെ ഹൃദയം എന്നായിട വേണ്ട വെയിറ്റ് ഡൗൺ. നമ്മുടെ ഹൃദയം ബി ഓൺ യുവർ ഗാഡ് സോ ദാറ്റ് യുവർ ഹാർട്ട്സ് വിൽ നോട്ട് ബി വെയിറ്റഡ് ഡൗൺ വിത്ത് 3 തിങ്സ് சொல்லப்பட்டிருக்கு. அதான் those are all the 3 things a trap. அதான் trap. നാം തുടക്കം പെരുന്തിണ്ടി, இன்னொன்று வெரி drunkenness and worries of this present life, that's a trap. നാം ആരംഭത്തിൽ നാം വായിച്ചതുപോലെ നമുക്ക് ഈ രീതിയിലുള്ള അതിഭക്ഷണം, മദ്യപാനം, worries of this present life, ഈ ലോകത്തെക്കുറിച്ചുള്ള ചിന്തകൾ, വിചാരങ്ങൾ, അത് നമ്മുടെ ഹൃദയത്തെ ഭാരപ്പെടുത്തി താഴേക്ക് വലിക്കരുത്. അത് അവിശ്വാസികളുടെ ജെന്റൈൽസിനുടെ പാർട്ട്. അത് ജാതികളുടെ ആണ് അങ്ങനെ ചിന്തിക്കുന്നത്. കർത്താവ് നമുക്ക് കൃപ ചെയ്യുവാറാകട്ടെ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ, നമ്മെ അതിനായിട്ട് ബലപ്പെടുത്തട്ടെ. പരിശുദ്ധ പിതാവേ തുതിക്കണം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. என்னுடைய எங்கள் ஒவ்வொருடைய இருதயமும் உம்முடைய அன்பினால் நிறைந்திருக்கட்டும் ஆண்டவரே. എൻ്റെയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയം അങ്ങയുടെ സ്നേഹത്താൽ കർത്താവെ നിറയട്ടെ. നീരേ എങ്ങൾക്ക് അധിക മേന്മയാ ഇരുന്നോ. അങ്ങ് ഞങ്ങൾക്ക് ഏറ്റവും ഉത്തമ സമ്പത്തായി മാറട്ടെ. നീർ എங்களுக்கு നിലயான சுதந்திரம். അങ്ങ് ഞങ്ങൾക്ക് ആയിട്ടുള്ള വിലയേറിയ സമ്പത്താണ്. നീരേ എങ്ങളുടെ പങ്ക്. അങ്ങ് ഞങ്ങളുടെ പങ്കാണ്. இந்த உலகத்திலே யாதொன்றை குறித்து ஆண்டவரே நாங்கள் கவலைப்படாத பிடிக்க எங்களுக்கு உதவி செய்யுங்க. ഈ ലോകത്തിലെ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടാതിരിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. ஒருபோது இந்த உலக கவலைகளினால் எங்களுடைய இருதயம் பாரமடைஞ்சிட வேண்டாம். ഈ ലോകത്തിലെ ഭാരങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ഹൃദയം താഴേക്ക് ഇറങ്ങി വരാതിരിക്കട്ടെ. இந்த ட்ராப்புக்கு நாங்கள் எஸ்கேப் ஆகிறதுக்கு ஆண்டவரே நாங்கள் எப்பொழுது விழித்திருந்து நாங்கள் ஜெபிக்கட்டும். ഈ കണിയിൽ ഞങ്ങൾ പെടാതിരിക്കുവാനായിട്ട് എപ്പോഴും ജാഗ്രതയോടെ, സൂക്ഷ്മതയോടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ പിതാവേ. യേശുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ. ആമേൻ.